ചോദ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ആദരപൂർവ്വം ക്ഷണിക്കും. അസ്സലാമു അലൈക്കും. എനിക്കുള്ള സംശയം, ജിന്നിൽ നിന്ന് മരിച്ചാൽ ലോകം എങ്ങനെയാണ്? ഇവരുടെ ഖബർ എവിടെയാണ്? അവർക്ക് മുൻകർ നക്കീറിന്റെ ചോദ്യം എങ്ങനെയാണ്? ഇതിനെപ്പറ്റി ഒന്ന് മറുപടിയിലൂടെ പറഞ്ഞു തന്നാൽ തരക്കടില്ല. മരിച്ച മനുഷ്യരുടെ ലോകത്തെക്കുറിച്ചാണ് നമ്മുടെ ഇമാമുകൾ രചിച്ച ഈ ലോകത്തെ ആത്മാവിനെ സംബന്ധിച്ച ഗ്രന്ഥങ്ങളിലൊക്കെ വിവരണമുള്ളത്. അതാണ് ഇവിടെ വിഷയവുമുള്ളൂ. ജിന്നുകളുടെ സ്ഥിതി എന്ത് എന്നത് വളരെ വിശദമായി സംസാരിക്കപ്പെട്ട കിതാബുകളില്ല. നമ്മുടെ നോട്ടം ആ ഭാഗത്തേക്ക് എത്തിയിട്ടുമില്ല. അതുകൊണ്ട് ആ ഭാഗം ചർച്ചയിൽ നിന്ന് വിട്ടുനിൽക്കണം. ജിന്നുകളുടെ ചോദ്യം എന്ത്, ജിന്നുകളുടെ ഖബറിന്റെ സ്ഥിതി എന്ത് എന്നു മാത്രമല്ല, ദുന്യാവിലെ ജിന്നുകളുടെ സ്ഥിതി തന്നെ നമുക്ക് അജ്ഞാതമാണ്. ദുന്യാവിന്റെ അകത്തുള്ള ജിന്നുകളുടെ അവസ്ഥ എന്താണെന്നും അറിഞ്ഞൂടാ. വിശ്വസിക്കാത്തവരാണെങ്കിൽ അവർക്ക് കാഫിറുകൾ എന്ന് പറയുമെന്നും, വിശ്വസിച്ചവരാണെങ്കിൽ നമ്മെപ്പോലെ അവർക്കും രക്ഷയും ശിക്ഷയും ഉണ്ടെന്നും അള്ളാന്റെ റസൂൽ വിവരിച്ചു തന്നിട്ടുണ്ട്. അള്ളാന്റെ റസൂൽ അവരിലേക്ക് റസൂലാണെന്ന് വിശ്വസിക്കലും അടിസ്ഥാനപരമായി തന്നെ നിർബന്ധമാണ്. വിശ്വസിക്കാത്തവൻ കാഫിറാകും. ഈ വിവരണമല്ലാതെ ജിന്നുകളുടെ ഈ ലോകത്തെ ജീവിതം എങ്ങനെയാണ് എന്നു തന്നെ നമ്മെ തൊട്ട് മറഞ്ഞ ലോകമായി കിടക്കുന്നതുകൊണ്ട് അവരുടെ പരലോകത്തിന്റെയും ഇടക്കുള്ള ബർസഖി ലോകത്തിന്റെയും വിവരണങ്ങൾ നമ്മുടെ കിതാബുകളിൽ ലഭ്യമല്ല. അതുകൊണ്ട് ആ ചോദ്യം തൽക്കാലം മാറ്റിവെക്കണം. പാറപ്പള്ളി മക്കാം, അവിടെ ഒരു ജിന്നിന്റെ മക്ബറ ഉണ്ട് എന്ന് പറയുന്നു. അത് ഞാൻ പോയി കണ്ടിട്ടുണ്ട്, അവിടെ സിയാർത്തൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ജിന്നിന്റെ മക്ബറയാണ് എന്ന് പറയുന്നത് ഏതടിസ്ഥാന നിലയിലാണ് എന്ന് മറുപടി കിട്ടിയാൽ തിരക്കടില്ല. നിങ്ങളെ പോലെ തന്നെ എനിക്കും അത് അറിഞ്ഞൂടാ. ജിന്നിനെ ആരാ അവിടെ മറുമാടിയത്, ഏത് ജിന്നിനെ മറുമാടിയത്, ഒരു വിവരം എന്റെ അടുത്തില്ല. മനുഷ്യരെ ലോകം തന്നെ നമ്മൾ പഠിച്ചു തീർന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേ ലോകത്തേക്ക് കടക്കാം. മരിച്ച മഹാന്മാരോട് നമ്മൾ സഹായം ചോദിക്കുമ്പോ ആ മഹാന്മാര് എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത്? ജീവിച്ചിരിക്കുന്ന മഹാന്മാര് എങ്ങനെയാണോ നമ്മളെ സഹായിക്കുന്നത് അതുപോലെ തന്നെയാണ് മരിച്ചുപോയ മഹാത്മാക്കളും നമ്മെ സഹായിക്കുന്നത്. മരിച്ച ശേഷം മഹാത്മാക്കൾക്ക് അവരുടെ ബർസഖി ജീവിതത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ഉള്ളതുപോലെ അല്ലെങ്കിൽ അതിനേക്കാളേറെ കൈകാര്യങ്ങളും നിയന്ത്രണങ്ങളും സഹായങ്ങളും അതിനുള്ള ശക്തിയുമെല്ലാം ഉണ്ടെന്ന് നമ്മുടെ ഇമാമുകൾ മേൽപ്പറഞ്ഞ ഹദീസുകളും ഇവിടെ വിഷയാവതരണത്തിൽ സൂചിപ്പിച്ച പാഠങ്ങളുമെല്ലാം അടിസ്ഥാനമാക്കിക്കൊണ്ട് വിവരിച്ചു തന്നിട്ടുണ്ട്. മഹാനായ ഇമാം റംലി റളിയല്ലാഹു അൻഹു തന്റെ ഫതാവ റംലിയിൽ വളരെ വ്യക്തമായി മരണപ്പെട്ടതിനു ശേഷം ആളുകൾക്ക് സഹായിക്കാൻ കഴിയുന്നതും മഹാത്മാക്കൾക്ക് മരണപ്പെട്ട ശേഷം അവരുടെ ബർസഖി ജീവിതത്തിലുള്ള സഹായത്തിന്റെ ശേഷി ഉണ്ടെന്നതും അനുവാദമുണ്ടെന്നതുമായ വസ്തുത വിവരിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഇമാമുകളൊക്കെ വിവരിച്ചു വന്നിട്ടുണ്ട്. ജീവിതകാലത്ത് എങ്ങനെയാണോ അവരുടെ സഹായം അതുപോലെ പരേതാത്മാക്കളുടെ ലോകത്തും ആത്മാക്കളുടെ സഹായം. ഒന്നുകൂടി നല്ലോണം ശ്രദ്ധിക്കണം. ജീവിച്ചിരിക്കുന്ന ആളുകൾ മഹാത്മാക്കളായ ആളുകൾ സഹായിക്കുന്നത് പോലെ മരണപ്പെട്ട ശേഷം മഹാന്മാരുടെ ആത്മാക്കൾ നമ്മെ സഹായിക്കും. ജീവിച്ചിരിക്കുമ്പോൾ ശരീരത്തിൽ കിടന്നുകൊണ്ട് ഈ ആത്മാക്കൾ എങ്ങനെയാണോ സഹായിക്കുന്നത് അതേ സഹായത്തിന്റെ സിദ്ധികളും ശേഷികളും കഴിവുകളും ശരീരത്തിൽ നിന്ന് വേർപെട്ടതുകൊണ്ട് മാത്രമായി അവർക്ക് നഷ്ടപ്പെടുകയില്ല. ജീവിച്ചിരിക്കുമ്പോൾ ആ ആത്മാക്കൾക്ക് ആത്മാക്കൾ എന്ന നിലയ്ക്ക് എന്തൊക്കെ സഹായമുണ്ടോ അതിന് ശരീരം ഒരൽപ്പം പ്രതിബന്ധം സൃഷ്ടിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. മരണത്തോടെ ഈ ശരീരത്തിന്റെ പിടിയിൽ നിന്നും മോചിതമാകുന്നതോടെ ആത്മാക്കൾക്ക് കുറെ കൂടി ശക്തി ലഭിക്കുന്നതുകൊണ്ട് ആത്മാക്കളുടേതായ സഹായവും ആത്മീയമായ സഹായവും മരിച്ചതിന് ശേഷം ജീവിച്ചിരിക്കുന്നത് പോലെ തന്നെ ലഭ്യമാകും എന്ന് മനസ്സിലാക്കാം. പരിശുദ്ധാത്മാക്കളോട് സഹായം തേടൽ ജായിസായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ ഈ ജായിദിന്റെ അപ്പുറത്തേക്ക് ഇത് ഒരു ഇബാദത്തായിട്ട് മാറുന്ന അവസ്ഥ ആര് ഉലമാക്കന്മാർ പറഞ്ഞിരിക്കുന്നോ അറിയുന്നത്. അത് വളരെ വിസ്തരിച്ചൊരു ലേശം മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാത്മാക്കളോട് സഹായം തേടിയാലും കാവൽ തേടിയാലും അവരുടെ ഹക്ക് ജാഹ് കൊണ്ട് ബർക്കത്ത് കൊണ്ട് സഹായിക്കണേ എന്ന് പറഞ്ഞാലും ഇതിന്റെ ഒക്കെ പേര് ഇസ്തിശ്ഫാഇ എന്നാണ്. അതായത് അവർ മുഖേന അല്ലാഹു നൽകുന്ന സഹായം ലഭ്യമാക്കുക.
ഈ ഇസ്തിശ്ഫാ സുന്നത്താണെന്ന് നമ്മുടെ ഇമാമുകളൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് സഹായം തേടുന്ന പദം കൊണ്ടാണെങ്കിലും ഹക്ക് ജാഗ് ബർക്കത്ത് എന്നുള്ള പദം കൊണ്ടാണെങ്കിലും നേരിട്ട് സഹായം ചോദിക്കുക, കാവൽ തേടുക എന്ന രീതിയിലാണെങ്കിലും ഇതിന്റെ ഒക്കെ പേര് ഇസ്തിശ്ഫാ എന്നാണ്. ഇസ്തിശ്ഫാ സുന്നത്താണ്, ആഖിറത്തിൽ കൂലി കിട്ടുന്ന പുണ്യകർമ്മമാണ് എന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു മുതൽക്ക് അതിന്റെ മുൻപ് ഇമാം മാവർദി, ഖാദി അബു ത്വയ്യിബ് തുടങ്ങിയിട്ടുള്ള മഹാത്മാക്കളൊക്കെ വിവരിച്ചിട്ടുണ്ട്. ഹാഫിദ് ഇബ്നു ഹജർ തുടങ്ങിയവരൊക്കെ വിവരിച്ചിട്ടുണ്ട്. അപ്പൊ ഇസ്തിശ്ഫാഇന്റെ ഭാഗമായിട്ടുള്ള സഹായം തേടലാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അത് ജായിസാണ്, അതോടൊപ്പം തന്നെ സുന്നത്തുമാണ്. സഹായം തേടുക എന്നുള്ളത് ഇസ്തിഗാസ, കാവൽ തേടുക എന്നുള്ളത് ഇസ്തിആദ. ഇസ്തിആദത്താവട്ടെ ഇസ്തിഗാസത്താവട്ടെ, ഇനി അവരെ കൊണ്ട് നേരിൽ പറയുന്ന തരത്തിലുള്ള തവസ്സുൽ ആവട്ടെ, അല്ലെങ്കിൽ അവരെ വിളിച്ചുകൊണ്ട് മാത്രം അവന്റെ ഹൃദയത്തിന്റെ വികാരമടക്കലാവട്ടെ, ഈ തരത്തിലുള്ള ഏതു തരം ഇസ്തിശ്ഫാഉം സുന്നത്താണ് എന്ന് നമ്മുടെ ഇമാമുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇമാം നവവി തുടങ്ങിയിട്ടുള്ള മഹാന്മാരൊക്കെ ഇത് അവരുടെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പുണ്യാവോലോ? സുന്നത്താണെങ്കിൽ പുണ്യാവോലോ? ആവൂലേ? എന്നാ പുണ്യാണ്. ഹയാത്തുള്ളവരോട് സഹായം ചോദിക്കുന്ന ഇബാദത്തല്ല. ഇബാദത്തല്ല ഇവിടെ പറയുന്നത്. ഇബാദത്ത് അള്ളാഹ് നിശ്ചയിച്ചതല്ല. ഇബാദത്ത് പുണ്യകർമ്മമാണ്. ഹയാത്തുള്ളവരോട് സഹായം ചോദിക്കൽ പുണ്യകർമ്മമാണോ? ഏനെ? ഹയാത്തുള്ളവരോട് സഹായം ചോദിക്കൽ പുണ്യകർമ്മമാണോ? ഹയാത്തുള്ളവരാണെങ്കിലും മരിച്ചവരാണെങ്കിലും അവരോട് ഇസ്തിശ്ഫാ നടത്തല് സുന്നത്താവുന്നു. അത് നമ്മുടെ ഇമാമ്യങ്ങൾ വിവരിച്ചിട്ടുണ്ട്. ഇസ്തിശ്ഫാന്റെ ഭാഗമാണ് ഇസ്തിഗാസ, ഇസ്തിആദ. ഇതൊക്കെ മനസ്സിലായില്ലേ? അള്ളാഹുവിൽ നിന്നാണ് നേരെ നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടുന്നത്. നമുക്ക് എന്ത് കാര്യം ചെയ്തു തരുന്നതും അള്ളയാണ്. അള്ളാഹുവിൽ നിന്ന് ലഭ്യമാകുന്ന സഹായങ്ങൾ ഏതെങ്കിലും മഹാത്മാക്കളിലൂടെ ലഭ്യമാവുകയോ മഹാത്മാക്കളുടെ പ്രാർത്ഥന കൊണ്ട് ലഭ്യമാവുകയോ മഹാത്മാക്കൾക്ക് അസാധാരണമായി നൽകുന്ന വിധത്തിലുള്ള കഴിവുകൊണ്ട് ലഭ്യമാവുകയോ ഒക്കെ ചെയ്യുമല്ലോ. ഇതിന്റെ പേരാണ് ശഫാഅത്ത്. ഈ ശഫാഅത്ത് ലഭിക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന കർമ്മങ്ങളൊക്കെ സുന്നത്താണ്. അതിന്റെ ഒന്നാണ് ഇസ്തിഗാസ, അവരോട് നേരിട്ട് വിളിച്ച് സഹായം തേടുക. ഉദാഹരണമായി, യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലേ, അങ്ങന്റെ അടുത്ത് ഞാൻ വന്നു, ഞാൻ പാപിയാണ് എന്നൊക്കെ പറയാം. ഇത് ഇസ്തിശ്ഫാഇന്റെ ഒരു രീതിയാണ്. ഇസ്തിശ്ഫാഇന്റെ എല്ലാ രീതികളും സുന്നത്താണ് എന്ന് ഫുഖഹാ വിവരിച്ചതിൽ ഇതും പെടും. അപ്പൊ പുണ്യകർമ്മമാണ് ഇസ്തിശ്ഫാ. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി അതിലെ ഒന്നുകൂടി വ്യക്തമായി ചോദിക്കട്ടെ. സാറ് നമ്മൾ കുത്തുബേയത്തിൽ യാ ശൈഖ് യാ മുഹ്യിദ്ദീൻ 1000 വട്ടമൊക്കെ തിരിച്ചത് ഇബാദത്ത് പോലെ പള്ളിയിൽ വെച്ച് ആർക്കും പ്രത്യേക ഹാജത്തൊന്നും ഉണ്ടാവില്ല. എന്നാൽ നമ്മൾ സലാത്ത് ദിക്ർ ചെല്ലുന്നത് പോലെ തന്നെ സ്ഥിരമായിട്ട് പള്ളിയിൽ വെച്ച് മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ റബീഉൽ ആഖിറിലൊക്കെ ഒരു ഇബാദത്ത് പോലെ ആർക്കും പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. അവിടെ ഒരു ഇസ്തിഗാസന്റെ ഉദ്ദേശമില്ല ആർക്കും. ഒരു സലാത്ത് ദിക്ർ പോലെ എല്ലാ മാസവും റബീഉൽ അവ്വലില് 1000 വട്ടമൊക്കെ ഇങ്ങനെ ഇരുന്ന് ചെല്ല. അതിനെന്താ അത് യുവാക്കന്മാര് പറഞ്ഞു? അത് ഞാൻ പറഞ്ഞുതരാം. അത് ഇടപാട് മാറിയ അത് മഹാനായ ശൈഖ് തങ്ങൾ അവർകൾ തങ്ങളുടെ ശിഷ്യന്മാരായ ആളുകളെ പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് വല്ല വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ വരുമ്പോ നിങ്ങൾ എന്നെ വിളിച്ചോണ്ടി. ഒരു വാക്യത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, 1000 വട്ടം എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം നൽകുമെന്ന്. അപ്പൊ ശൈഖ് തങ്ങൾ അവർകൾ ശൈഖിന്റെ മുരീദുമാരായിട്ടുള്ള സമൂഹത്തോട് പ്രത്യേകം വല്ല സിദ്ധത്തോ പ്രയാസമോ വന്നാൽ അദ്ദേഹത്തെ വിളിക്കാനും അദ്ദേഹത്തിന്റെ മുമ്പിൽ അത് അവതരിപ്പിക്കുവാനും വേണ്ടി പ്രത്യേകം ഉപദേശിച്ചിട്ടുണ്ട്. ഗുരുവിന്റെ ഈ ഉപദേശം മാനിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മമാണത്. ആ കർമ്മ ഇബാദത്തായിട്ട് ചെയ്യല്ല. ഇബാദത്താവൂലെന്നില്ല. ഇബാദത്ത് എന്ന് പറയുന്നതിന്റെ അർത്ഥം ആഖിറത്തിൽ പുണ്യം കിട്ടുന്നതാണെങ്കിൽ അത് ഇബാദത്താണ്. ഇബാദത്തായി പ്രത്യേകം കരുതി ഒതുണ്ടാക്കിയൊക്കെ ചെയ്യേണ്ട കർമ്മം ഉണ്ടാവുമല്ലോ, അതുപോലെ ഷർത്തൊക്കെ പാലിച്ച് അങ്ങനത്തെ ഒരു ഇബാദത്തല്ല ഇത്. ഗുരു തന്റെ മുരീദുമാരോട് പ്രത്യേകമായി ആവശ്യപ്പെട്ടിട്ടുള്ളതും നിർദ്ദേശിച്ചു കൊടുത്തിട്ടുള്ളതുമായ ഒരു ചിട്ടപ്രകാരം, ഒരാചാരപ്രകാരം, ഈ ആചാരപ്രകാരം തങ്ങളുടെ ശൈഖിന്റെ മുമ്പിൽ വിഷയം വെച്ചാൽ ശൈഖിന്റെ പ്രസാദമുണ്ടാകും, സഹായമുണ്ടാകും എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ ഗുരുവിന്റെ ശിഷ്യന്മാരായ മുരീദുമാർ ത്വരീഖത്തിന്റെ പാരമ്പര്യത്തിലൂടെ അവർ നടത്തി വരുന്നതാണ് ഈ ആചാരം. ഈ ആചാരം അവരുടെ ശൈഖിന്റെ നിർദ്ദേശം പാലിക്കുകയാണ് എന്ന നിലക്കും
ഷെയ്ഖിന്റെ മുമ്പിൽ വിഷയങ്ങൾ എത്തിക്കുകയാണ് എന്ന നിലക്കും ഷെയ്ഖിനെ മനസ്സാന്നിധ്യത്തിൽ കൊണ്ടുവരികയാണ് എന്ന നിലക്കും അവരുടെ സദ്പ്രവൃത്തി എന്ന നിലക്ക് അവർക്ക് പുണ്യം കിട്ടുന്ന ആചാരം തന്നെയാണ്. എന്നാൽ അള്ളാഹ് ഇബാദത്തായി നിശ്ചയിച്ചിട്ടുള്ള ഒരു കർമ്മമല്ല അത്. കാരണം ഷെയ്ഖ് തങ്ങൾ ഉണ്ടാവുന്നതും ഈ 1000 വട്ടം വിളിക്കാൻ പറയുന്നതും ഒക്കെ അള്ളാന്റെ റസൂല് ദീന് പൂർത്തിയാക്കി പോയിന്റെ ശേഷമല്ലോ. അപ്പൊ പൂർത്തിയായ ദീനിന്റെ തെളിവുകൾക്കും പ്രമാണങ്ങൾക്കും വിധേയമായ ആ തെളിവുകൾ അനുസരിച്ച് അനുവദിക്കപ്പെടുന്നതും പുണ്യകർമ്മവുമായിട്ടുള്ള ഇസ്തിശ്ഫാഇന്റെ രീതിയിൽപ്പെട്ട ഒന്ന് തന്നെയാകുന്നു ഷെയ്ഖിന്റെ അനുയായികൾ 1000 വട്ടം കുതുബിയത്തിൽ വിളിക്കുന്ന വിളി. ശരി. അപ്പോ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രസക്തി ഇല്ല. സാധാരണക്കാർ മുരീദന്മാരല്ലാത്ത സാധാരണ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രസക്തി അത്ര ഇല്ല. പ്രസക്തി ഇല്ല എന്ന് പറഞ്ഞാൽ ഷെയ്ഖിന്റെ ആൾക്കാരാണെങ്കിൽ പ്രസക്തി ഉണ്ട്. അല്ല, മുരീദന്മാരെന്ന് പറഞ്ഞപ്പോ സാധാരണ മുസ്ലിങ്ങളല്ലല്ലോ. മുരീദുമാര് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ മൂപ്പര ഇഷ്ടക്കാരായ മുഹിബീങ്ങൾ എന്ന് പറഞ്ഞ ഇഷ്ടമുണ്ടാവും. മുരീദുമാര് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ നിന്ന് മുഹിബീങ്ങൾ എന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ടല്ലോ. ആ മുഹിബീങ്ങളും മുരീദുമാര് ചെയ്യുന്ന നടപടി എടുത്തു നോക്കിയാൽ ഫലവത്താണ്. ഒരു ദിക്റ് സ്വലാത്ത് പോലെയുള്ള ഒരു പൊതുവായ ഒരു പുണ്യകർമ്മമല്ല ഈ കുത്തുബിയത്ത്. ദിക്റ് സ്വലാത്ത് പോലുള്ള ഒരു പുണ്യകർമ്മമല്ല എന്ന് പറഞ്ഞാൽ ദിക്റിന്റെ കൂട്ടത്തിൽ പെട്ടതാണ്. അപ്പൊ കൂലി കിട്ടും. മൊത്തം ദിക്റിന്റെ കൂട്ടത്തിൽ. ദിക്ർ എന്ന് പറഞ്ഞാൽ മായുസാബു കായിലുഹു എന്നാണ്. കൂലി കിട്ടണ വാക്കിനൊക്കെ ദിക്ർ എന്ന് പറയും. ഇത് കൂലി കിട്ടണ വാക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇസ്തിശ്ഫാ സുന്നത്തായ ഇസ്തിശ്ഫാഇന്റെ ഭാഗമാണ്. അപ്പൊ കൂലി കിട്ടുന്ന വാക്കാണ്. കൂലി കിട്ടുന്ന വാക്കിനൊക്കെ ദിക്ർ എന്ന് പറയും. അപ്പൊ ദിക്റാണ്. ദിക്റല്ലാന്ന് പറയാൻ പറ്റില്ല. പിന്നെ അവസാന ചോദ്യം, പരിശുദ്ധാത്മാക്കള് മരിച്ചുപോയ ആളുകൾ കേൾവിയും കാഴ്ചയും ഒക്കെ ഉണ്ട്, അനുഭവവും ബോധവും ഒക്കെ ഉണ്ട് എന്നൊക്കെ ഉസ്താദുകൾ ഹദീസ് കുറെ കിതാബൊക്കെ വിവരിച്ച് പറഞ്ഞു. പക്ഷെ സൂറത്തുൽ ബുറൂജില് ഉത്തര അസ്ഹാബുൽ ഖുദൂദ് എന്ന് പറഞ്ഞ ആ കഥ പറഞ്ഞായിട്ട് കേട്ട് വായിച്ചായിട്ട് ഓർമ്മ ഉണ്ട്. അന്നത്തെ രാജാവ് മൂമിനികളായതിന്റെ പേരില് മൂമിനികളായാൽ അവരെ പിടിച്ചാണ്ട് തീകുണ്ടത്തിലേക്ക് ഇടുകയായിരുന്നു. ആ തീകുണ്ടത്തിലേക്ക് ഇടുമ്പോൾ അതിലേക്ക് എത്തും മുമ്പ് അള്ളാഹു അവരെ മരിപ്പിച്ചു കളഞ്ഞു. എന്തിനു വേണ്ടി? അവർക്ക് ആ ശിക്ഷ അനുഭവിക്കാതിരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടാക്കി. അതിനെന്താ നടപടികൾ ചില നടപടി. ഇപ്പൊ മരിച്ചു കഴിഞ്ഞാൽ അപ്പൊ പിന്നെ ബോധവും വികാരം ഇല്ല എന്നല്ലേ ഇപ്പൊ ആ വാക്കിന്റെ അർത്ഥം? മനസ്സിലായില്ല. തീകുണ്ടത്തിലേക്ക് എത്തും മുമ്പ് അള്ളാഹു അവരെ തീകുണ്ടത്തിലേക്ക് എത്തും മുൻപിട്ട് തീയിന്റെ ഒരേശലും എത്താതിരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു താല മുമ്പ് തന്നെ മരിപ്പിച്ചു. അപ്പൊ ആ തീജിന്റെ ആ ചൂട് കിട്ടാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഉണ്ട് അള്ളാന്റെ ഒരു നടപടി. ഇങ്ങനെ നടപടി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീകുണ്ടത്തിൽ എത്തിച്ചിട്ട് തീയിന്റെ യാതൊരു ബുദ്ധിമുട്ടും ഏൽക്കാതെ രക്ഷിച്ചു. അങ്ങനെയുണ്ട് അള്ളാഹ്ക്ക് ഒരു നടപടി. അബൂ മുസ്ലിമുൽ ഖവലാനി, അബൂ ഇദ്രീസുൽ ഖവലാനി എന്നീ സ്വഹാബാക്കളെ തീകുണ്ടത്തിൽ ചാടിച്ചിട്ട് ആ തീയിന്റെ ഏശൽ എത്തിയിട്ട് തന്നെ തണുപ്പായിട്ട് സഹായിച്ചു. അപ്പൊ തീയിലേക്ക് ശത്രുക്കൾ എറിയുമ്പോൾ തീയിലെത്തും മുൻപ് മരിപ്പിച്ചുകൊണ്ട് സഹായിക്കുന്ന കറാമത്ത്, തീയിലെത്തിയിട്ട് തീയിന്റെ ഏശൽ ഏൽക്കാതെ സഹായിക്കുന്ന കറാമത്ത്, ഇതൊക്കെ അള്ളാഹു താലാന്റെ സമ്പ്രദായങ്ങളാണ്. ഈ സമ്പ്രദായവുമായി ബന്ധപ്പെടുത്തി നിങ്ങളെന്താ ഇവിടെ പറയുന്നത്? മനസ്സിലാകണ്ട. ആ മരിപ്പിക്കാൻ കാരണം പറഞ്ഞ അതാണ് പറഞ്ഞത്. മനസ്സിലായി? തീജിന്റെ ചൂട് തട്ടാതിരിക്കാൻ വേണ്ടി തീ കടന്നാൽ തന്നെ ചൂടില്ലാതെ ആവുന്ന ഇബ്രാഹിം നബിന്റെ കഥയെന്ന് മനസ്സിലായില്ലേ? ഖുർആൻ പറഞ്ഞിട്ടില്ലേ? മനസ്സിലായി. അപ്പൊ തീ കടന്നാലും അള്ളാഹ്ക്ക് അങ്ങനെ രക്ഷിക്കാനും കഴിയുമെന്ന് മനസ്സിലായില്ലേ? അപ്പൊ ആ രക്ഷയ്ക്ക് പകരം അള്ളാഹ് ഇവരെ രക്ഷിച്ചത് അങ്ങനെയാണ് എന്ന് മാത്രം പറയുള്ളൂ. ശരി. പിന്നെ ഇത് കഴിഞ്ഞാ അത് കഴിഞ്ഞു. ഹയാത്തി എന്ന സിഫത്ത് അത് അള്ളാഹ്ക്ക് നിർബന്ധമാണ്. കാരണം ഈ ഹയാത്തി എന്ന സിഫത്ത് ഇല്ലെങ്കിൽ ഒരു മഖ്ലൂക്കിന് സൃഷ്ടിക്കപ്പെടുകയില്ല. കാരണം ഹയാത്ത് വേണല്ലോ. ഓ ഷർത്തുൽ ബാക്കി സിഫാത്തിൽ വുജൂദിയത്തി, വുജൂദിയ എല്ലാ സിഫത്തിലേക്കുള്ള ഷർത്താണ് ഹയാത്ത്. അപ്പൊ അള്ളാഹുവിന്റെ പോലും ഈ ഹയാത്ത് ഷർത്താണ് പ്രവർത്തനത്തിന് എങ്കിൽ മനുഷ്യന്മാർക്ക് പിന്നെ ഹയാത്ത് വേണ്ടേ പ്രവർത്തിക്കാനും കേൾക്കാനും കാണാനും ഒക്കെ? അത് നമുക്കും വേണം. നമ്മളിവിടെ സംസാരിക്കുന്നത് ഹയാത്തുള്ള ആത്മാവിനെ പറ്റിയാണ്. അർവാഹിന്റെ ഹയാത്ത് മരണം കൊണ്ട് പോകൂല. അർവാഹിന് ഹയാത്തുണ്ട്. ശരീരമാണ് മരിച്ചത്. ശരീരത്തിന്റെ മരണം എന്ന് പറഞ്ഞാൽ അർവാഹി ശരീരത്തിൽ നിന്ന് പോക്കലാണ്. അർവാഹികൾക്കൊരു ഹയാത്തുണ്ട്. ആ ഹയാത്ത് കൊണ്ടാണ് അർവാഹി സഹായിക്കുന്നതും അർവാഹി ശിക്ഷിക്കുന്നതും അർവാഹി പീഡിപ്പിക്കുന്നതും ഒക്കെ ഹയാത്ത് കൊണ്ട് തന്നെയാണ് അതൊക്കെ നടക്കുക. അതിൽ സംശയമില്ല. ആമീൻ ആമീൻ. മരിച്ചുപോയ ആത്മാക്കള് ജീവിച്ചിരിക്കുന്നവരുടെ ശരീരത്തിൽ പ്രവേശിക്കുമോ? അതാണ് എന്റെ സംശയം. മരിച്ചുപോയ ആത്മാക്കൾ ജീവിച്ചിരിക്കുന്നവരുടെ ശരീരത്തിൽ പ്രവേശിച്ച് പിന്നെ ഭ്രാന്തനൊക്കെയായിട്ട് അങ്ങനെ ഒരു വിദണ്ഡ വിശ്വാസമുണ്ട്. അത് ഇസ്ലാമികമല്ല, ഇസ്ലാമിന് കഠിന വിരുദ്ധമായ വിശ്വാസമാണത്. അവരെ പ്രേതം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ പ്രേതം വേറെ. മരിച്ചുപോയവന്റെ ആത്മാവൊക്കെ വേറുള്ളോളി കയറും എന്നാൽ ഈ ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ പറ്റി, അമ്പിയാക്കന്മാരെ പറ്റി, നബിമാരുടെ ദൈവത്തിനെ പറ്റി ഒക്കെ വിശ്വാസം ഉണ്ടാവില്ലേ?
അള്ളാന്റെ റസൂലല്ല ഈ വന്നത്, അതിന്റെ മുമ്പത്തെ ഏതോ ഒരാളെ ആത്മാവ് കടന്നു വന്നതാണ് എന്നൊക്കെ മനുഷ്യൻ പറയില്ലേ? അപ്പൊ അതുകൊണ്ട് ആത്മാവ് മറ്റൊരു ആളിൽ കടന്നുകൂടുക എന്ന ആ വാദം വിദണ്ഡവാദമാണ്. ഇസ്ലാമിന് അന്യമായ ഒരു തെറ്റായ സിദ്ധാന്തമാണ്. അത് ഇസ്ലാം അംഗീകരിക്കില്ല. അവര് ഈ ചികിത്സകളൊക്കെ നടത്തുന്ന, ഭ്രാന്തന്മാർക്കുള്ള ചികിത്സയൊക്കെ നടത്തുന്ന അവിടെ അവര് വിളിച്ചു പറയല്ലോ, ഞാൻ ഇന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവര് വിളിച്ചു പറയും. അത് ജിന്ന് എന്നറിയുന്ന ഒരു കൂട്ടര്, അതുപോലെ ശൈത്വാൻ എന്നറിയുന്ന കൂട്ടരും ഒക്കെ നമ്മളുടെ കഴിവുകളൊക്കെ അടക്കിയിട്ട് നമ്മളുടെ മേത്ത് അധികാരം നടത്തും എന്നല്ലാതെ ഇതിൽ ആത്മാവ് പ്രവേശിക്കല്ലത്. നമ്മളെ മരിച്ചു കടത്തിയ മാതിരി ഉറക്കി കടത്തിയിട്ടോ മയക്കി കടത്തിയിട്ടോ നമ്മുടെ മേത്ത് അധികാരം നടത്താൻ ജിന്നുകൾക്കും ശൈത്തുകൾക്കും ഒക്കെ കഴിയും. ചിലപ്പോ ആ ഭാഗത്തിൽ പലതൊക്കെ നടക്കുന്നുണ്ടാകാം. അല്ലാതെ ഒരാളുടെ ആത്മാവ് മറ്റൊരാളുടെ ശരീരത്തിൽ കയറുക എന്ന് പറഞ്ഞ ഇടപാടില്ല. അത് നമ്മൾ വിശ്വസിക്കാനും പാടില്ല. അത് ഇസ്ലാമിന്റെ അടിത്തറ തന്നെ മാറ്റുന്ന വിശ്വാസമാണ്. അത്തരം വിശ്വാസങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. മരണത്തിന് ശേഷം ആത്മാവ് യഥേഷ്ടം സഞ്ചരിക്കുകയും കൂടുതൽ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് കേട്ടപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഈ പ്രേതത്തെക്കുറിച്ചാണ്. മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ച ആത്മാവ് അതിന്റെ ജീവിച്ചിരിക്കുന്ന കാലത്തെ ശത്രുക്കളെ നേരിടുകയും അപ്രമാദിത്വത്തോടു കൂടി പ്രവർത്തിച്ച് നശിപ്പിക്കുകയും ഒരുപാട് ആപത്തുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്ന വിശ്വാസം പൊതുവെ വളരെ വലിയ തോതിൽ ജനങ്ങളുടെ ഇടയിലുണ്ട്. സത്യത്തിൽ ഇതില് ദീനീപരമായിട്ടുള്ള ഒരു അടിസ്ഥാനം ഉണ്ടോ എന്നാണ് അറിയേണ്ടത്. അത് തെറ്റാണ് എന്നാ ഈ പറഞ്ഞത്. ആത്മാക്കളുടെ സഹായവും ആത്മാക്കളുടെ കഴിവുകളും സിദ്ധികളും ആത്മാവിന്റെ മുസ്തഖർ, അത് നമ്മൾ പറഞ്ഞല്ലോ, എവിടെയാണ് ആത്മാക്കൾ നിലകൊള്ളുന്നത് എന്നത് നമ്മുടെ ഒരു ചർച്ചാ വിഷയമാണ്. ആ ചർച്ചാ വിഷയത്തിൽ ബലപ്പെട്ട അഭിപ്രായം മഹാത്മാക്കളായ നല്ല നല്ല മനുഷ്യന്മാരുടെയും സത്യവിശ്വാസികളുടെയും ആത്മാക്കൾ സ്വർഗത്തിലെ വൃക്ഷങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പറവകളായിട്ട്, ചെറിയ പറവകളായിട്ട് അള്ളാഹു രൂപപ്പെടുത്തിയിരിക്കുകയാണ്. ആ പറവകളായി അവിടെ ഇഷ്ടം പോലെ സഞ്ചരിക്കും. അവിടെ ഇരുന്നു കൊണ്ട് അവർ അധികാരം നടത്തും. അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ശരീരവുമായി ബന്ധപ്പെടും എന്നൊക്കെ ഹദീസുകളിൽ തെളിഞ്ഞിട്ടുണ്ട്. അതേ ആത്മാവ് മറ്റൊരാളുടെ പ്രത്യേക ശരീരത്തിൽ കടക്കൂല. അതാണ് ഇവിടെ സംസാരിച്ചത്. മറ്റൊരാളുടെ ശരീരത്തിൽ അത് കടന്നാൽ ഒരു ഹാസായ നഫ്സുമായി ബന്ധപ്പെട്ട ഹാസായ റൂഹ് എന്ന സംവിധാനം തകരും. അത് തകർന്നാൽ ഇവിടെ ശറഇന്റെ തെക്ലീഫില്ലാതെയാവും. എന്നോടുള്ള കൽപ്പന അത് എന്നോടും എന്റെ ആത്മാവിനോടും കൂടിയാണ്, എന്റെ ശരീരത്തോടും ആത്മാവിനോടും. ഇതിന് വഴിപ്പെട്ടതിന്റെ പേരിൽ നാളെ ആഖിറത്തിൽ വിചാരണ ചെയ്യപ്പെടുന്നത് എന്റെ ആത്മാവും ശരീരവും കൂടിയാണ്. ശിക്ഷ അനുഭവിക്കേണ്ടി വന്നാൽ അള്ളാഹു കാക്കട്ടെ, അത് എന്റെ ആത്മാവും ശരീരവും കൂടിയാണ്. അനുഗ്രഹം കിട്ടി സ്വർഗത്ത് കടക്കുകയാണെങ്കിൽ അള്ളാഹു സാധിപ്പിക്കട്ടെ, അത് എന്റെ ആത്മാവും ശരീരവും കൂടിയാണ്. അപ്പൊ എന്റെ ആത്മാവും എന്റെ ശരീരവും ഒറ്റയ്ക്ക് തന്നെ നിലകൊള്ളേണ്ടതും ഒറ്റയ്ക്ക് തന്നെ കഴിയേണ്ടതുമുണ്ട്. അതുകൊണ്ട് അള്ളാഹു തആല ഒരാളുടെ ഖാസ്സായ വിശേഷപ്പെട്ട ആത്മാവിനെ മറ്റൊരാളുടെ ശരീരത്തിൽ കയറ്റുന്ന ഇടപാടില്ല. അത് തനാസുഖുൽ അർവാഹുമായി ബന്ധപ്പെട്ട് കുറെ വിദണ്ഡ വിശ്വാസങ്ങൾ പിഴച്ച കുറെ പാർട്ടിക്കാർക്കുണ്ട്. അതിന് തത്വശാസ്ത്രപരമായ മാനങ്ങൾ നൽകി പലരും പലതും പറയുന്നുണ്ട്. അതിനൊന്നും ഇസ്ലാമിക പ്രമാണങ്ങളുടെ പിൻബലമില്ല. ഇസ്ലാമിന്റെ അടിസ്ഥാനം തകർക്കുന്ന വാദമായി മാറും. അതെ, ഈ നല്ല ആത്മാക്കളെ കുറിച്ചാണ് പറഞ്ഞത്. നല്ല ആത്മാക്കളെ കുറിച്ചാണല്ലോ പറഞ്ഞത്. നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. ദുഷ്ടാത്മാക്കള് മരണശേഷം പുറത്തിറങ്ങിയിട്ട് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് കഴിയില്ല എന്നാണല്ലോ വിശ്വസിക്കേണ്ടത്. അങ്ങനെയല്ല, ദുഷ്ടാത്മാക്കൾ നിലകൊള്ളുന്ന വേറെ സ്ഥലമുണ്ട്. സിജ്ജീനിലോ അങ്ങനെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ അഭിപ്രായ വ്യത്യാസമുള്ള സ്ഥലത്താണ് അവരുടെ ദുഷ്ടാത്മാക്കളും കൊല്ല. ഇതേ കാരണങ്ങളൊക്കെ ദുഷ്ടാത്മാക്കൾക്കും ബാധകല്ലേ? ഞാനെന്താ പറഞ്ഞേ, ഇവിടെ വെച്ച് ചെയ്ത കർമ്മങ്ങൾക്ക് വിചാരണ നേരിടേണ്ടതുണ്ട്, ശിക്ഷ അനുഭവിക്കേണ്ടതുണ്ട്, ഖബറിന്റെ അകത്ത് ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അതൊക്കെ ആ ദുഷ്ടാത്മാവ് നിലക്കൊണ്ടിരുന്ന ദുഷ്ടശരീരവുമായി ബന്ധപ്പെട്ട് തന്നെ വേണം. അതേ ദുഷ്ടാത്മാവ് മറ്റൊരു ശരീരത്തിൽ പിടിച്ചു കയറിയാൽ ഈ നിലപാടുകളൊക്കെ മാറും. അപ്പൊ അതുകൊണ്ട് ഒരാത്മാവ് മറ്റൊരു ശരീരത്തിൽ കയറുന്ന ഇടപാട് ഇല്ല. അത് ശറഅ് അംഗീകരിക്കുന്നുമില്ല. അവർക്ക് ദുനിയാവിൽ വന്നിട്ട് പ്രതികാരം ചെയ്യാനും ഒന്നും സാധ്യമല്ല. അവിടെ കടന്നിട്ട് പലതും ചെയ്യാൻ കഴിയും. നമ്മൾ ആപത്ത് ചെയ്യാൻ കഴിയും. അത് ശൈത്താന്മാർക്ക് തന്നെ. എന്തിനാ അവിടുത്തെ ആത്മാക്കാണ്, ഇവിടുത്തെ ശൈത്താന്മാർക്ക് തന്നെ പലതും കഴിയില്ലേ? ഇവിടെ ശൈത്താന്മാരും ദുഷ്ടാത്മാക്കളാണല്ലോ. പിശാചുക്കൾ അവർക്കും പലതും ചെയ്യാൻ കഴിയുമല്ലോ. അതേമാതിരിയിൽ ദുഷ്ടാത്മാക്കൾക്കും പല ചെറുതും ചെയ്യാൻ കഴിയും. നല്ല ആത്മാക്കൾക്ക് പല ഒതക്കങ്ങളും സഹായങ്ങളും ചെയ്യാൻ കഴിയും. അത് ഇമാം ഗസാലി വിവരിച്ചിട്ടുണ്ട്. നല്ല ആത്മാക്കൾ ഒതക്കം ചെയ്യുമെന്ന്, മുആമനത്ത്, എന്നല്ലാതെ ശരീരത്തിന്റെ ഉള്ളിൽ കടന്നിട്ടുള്ള ഇടപാടില്ല. അത് വിശ്വസിക്കാനും പാടില്ല. അത് തല തന്നെ അരിഞ്ഞിട്ടില്ലെങ്കിൽ
വേരോടെ തന്നെ നശിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇസ്ലാമിന്റെ വിശ്വാസപരമായ പലതും തിരുത്തി എഴുതേണ്ടി വരും. ഈ നംല സൂറത്തില് മരിച്ചവരെ കേൾപ്പിക്കൂല എന്ന് പറയാണ്ട് ഒരു ആയത്തുണ്ടല്ലോ, അപ്പോ അതിനെ കുറിച്ച് എന്താണ്? ആ ആയത്തിനെ കുറിച്ച് ഞാൻ പറയാം. സൂറത്തു റൂമിലും അതേമാതിരി ഒരു ആയത്തുണ്ട്. അതുപോലെ അതേമാതിരി ആയത്തിന് പോരെ, അത് വെച്ചിട്ട് സംസാരിക്കാം. فإنك لا تسمع الموتى ولا تسمع الصم الدعاء إذا ولوا مدبرين. ഇനി വേറുള്ളിലൊക്കെ തന്നെ ആയത്ത്. ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശം മുഫസ്സിരിങ്ങൾ വിവരിക്കുന്നു. ഞാൻ അല്ലാമ ഇബ്നു കസീറിനെ ഉദ്ധരിക്കാം. യഖൂലു തആല, അല്ലാഹ് ഇവിടെ പറയുന്നു, കമാ അന്നക ലൈസ ഫീ ഖുദ്റതിക അൻ തുസ്മിഅൽ അംവാത ഫീ അജ്ദാദിഹാ. മരിച്ചുപോയ ശവങ്ങളെ അവയുടെ പേടകങ്ങളിലായിട്ട് കേൾപ്പിക്കുക എന്നത് തങ്ങളുടെ കഴിവിൽപ്പെട്ടതല്ല എന്ന പോലെ, വലാ തുബല്ലിഗു കലാമക സുമ്മല്ലദീന ലാ യസ്മഊന വഹും മഅ ദാലിക മുദ്ബിറൂന അൻക. കേൾവിയില്ലാത്ത ബധിരന്മാർക്ക് അവർ പിന്തിരിയുക കൂടിയാണെങ്കിൽ തങ്ങളുടെ സംസാരം കേൾപ്പിക്കാൻ തങ്ങൾക്ക് കഴിയുകയില്ല എന്ന പോലെ, കദാലിക അപ്പടി ലാ തഖ്ദിറു അലാ ഹിദായത്തിൽ ഉമ്യാൻ, അന്ധന്മാരായിട്ടുള്ള ഈ ശവങ്ങളെ തങ്ങൾക്ക് കേൾപ്പിക്കാൻ കഴിയില്ല എന്നാണ് ആയത്തിന്റെ സാരം. അനിൽ ഹക്ക്, ഹക്കിനെ തൊട്ട് അന്ധന്മാരായ ഈ മക്ക മുശ്രിക്കുകളായ അല്ലെങ്കിൽ അവിശ്വാസികളായ ശവങ്ങളെ, റദ്ദിഹിം അൻ വലാലത്തിഹിം, അവരെ അവരുടെ വഴികേടിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്നതിന്റെ മേലും തങ്ങൾക്ക് കഴിയില്ല. ബൽ ദാലിക ഇലല്ലാഹ്, അല്ലാഹുവിനെ അത് കഴിയുകയുള്ളൂ. ഫഇന്നഹു തആല ബിഖുദ്റതിഹി, കാരണം അല്ലാഹു തന്റെ കഴിവുകൊണ്ട് യുസ്മിഉൽ അംവാത, മരിച്ചവർക്ക് കേൾപ്പിക്കും, അസ്വാത്തൽ അഹ്യായി, ജീവിച്ചിരിക്കുന്നവരുടെ ശബ്ദത്തെ, ഇദാ ശാഅ, അവൻ ഉദ്ദേശിച്ചാല്. അതുപോലെ വയഹ്ദി മൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ ഹിദായത്താക്കും അല്ലാഹ്. വയുദില്ലു മൻ യശാ, അല്ലാഹു ഉദ്ദേശിച്ചവരെ ഹിദായത്താക്കും അല്ലാഹ്, വഴികേടിലാക്കും അല്ലാഹ്. വലൈസ ദാലിക ലി അഹദിൻ സിവാ, അല്ലാഹു അല്ലാത്തവർക്ക് ഇതിന് കഴിയൂല എന്നാണ് ഈ ആയത്തിന്റെ സാരം. അതായത് ഒന്നുകൂടി വിശദീകരിക്കാം. ശവങ്ങളോട് സദൃശരാക്കപ്പെട്ട ഈ ദുന്യാവിലെ ശവങ്ങൾ എന്ന് അല്ലാഹു തആല മക്ക മുശ്രിക്കുകളെയും കാഫിറുകളെയും പറഞ്ഞു അലങ്കാരമായി. ആലങ്കാരികമായി ഉപയോഗിച്ച ഈ ശവങ്ങളെ തങ്ങൾ കേൾപ്പിക്കുകയില്ല, അള്ളേ കേൾപ്പിക്കുള്ളൂ. കേൾവിയില്ലാത്ത ഈ ബധിരന്മാരായ, അതായത് സത്യം കേൾക്കാൻ തയ്യാറല്ലാത്ത ഈ ബധിരന്മാരായ അവിശ്വാസികളെ തങ്ങൾ കേൾപ്പിക്കുകയില്ല, അള്ളേ കേൾപ്പിക്കുള്ളൂ. ഏതുപോലെ ഏതു മയ്യത്തിനെയും കേൾപ്പിക്കുന്നത് തങ്ങളല്ല, അള്ളാഹുവാണ്. ഏതുപോലെ ഏത് ബധിരനെയും കേൾപ്പിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹ്ക്ക് കഴിയും. അതുപോലെ ഇവരെ അള്ളാഹു തആല ഹിദായത്താക്കാൻ കഴിയും എന്നാണ് ഈ ആയത്തിന്റെ സാരമെന്നും ഈ ആയത്ത് കൊണ്ട് മരിച്ചവർ കേൾക്കുകയില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ലക്ഷ്യം പിടിച്ചത് പറഞ്ഞിട്ട് മഹാൻ പറയാ. ഇബ്നു കസീർ തുടരുന്നു, വഖദ് ഇസ്തദല്ലത്തു ഉമ്മുൽ മുഅ്മിനീന ആയിഷ റളിയല്ലാഹു അൻഹ ബിഹാദിഹിൽ ആയത്തി. ആയിഷ റളിയല്ലാഹു അൻഹ ഈ ആയത്ത് കൊണ്ട് ലക്ഷ്യം പിടിച്ചു. ഇന്നക ലാ തുസ്മിഉൽ മൗത എന്ന ആയത്ത് കൊണ്ട് അലാ തൗഹീമി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ പിഴച്ചിട്ടുണ്ടെന്നതിന്റെ പേരിൽ തന്റെ ആദ്യകാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ അങ്ങനെ ലക്ഷ്യം പിടിച്ചു. ഫീ റിവായത്തിഹി, ഇബ്നു ഉമർ റിപ്പോർട്ട് ചെയ്ത കാര്യത്തിൽ, മുഖാതബത്തൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖത്ല അല്ലദീന ഉൽഖൂ ഫീ ഖലീബി ബദർ, ബദറിലെ പൊട്ടക്കിണറിൽ എറിയപ്പെട്ട അവിശ്വാസികളായ അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള അവിശ്വാസികളോട് നബി തങ്ങൾ സംബോധന ചെയ്ത റിപ്പോർട്ട്, ബഅദ സലാസത്തി അയ്യാം, 3 ദിവസം കഴിഞ്ഞിട്ട് നബി സംബോധന ചെയ്ത റിപ്പോർട്ട്, വ മുആതബതഹു ഇയ്യാഹും, നബി അവരെ ആക്ഷേപിച്ച റിപ്പോർട്ട്, വ തഖരീഅഹു ലഹും, നബി അവരെ കുറ്റപ്പെടുത്തിയ റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് ഇബ്നു ഉമർ എന്നവർ റിപ്പോർട്ട് ചെയ്തതിന്റെ പേച്ചു പോയിട്ടുണ്ട് ഇബ്നു ഉമർ എന്ന് ആയിഷ ഈ ആയത്ത് പറഞ്ഞുകൊണ്ട് ലക്ഷ്യം പിടിക്കാൻ നോക്കി. ഹത്താ കാലലഹു ഉമറു, ഉമർ എന്നവർ ഈ മയ്യത്തിനോട് നബി സംസാരിച്ചപ്പോ ചോദിച്ചത്രേ, യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലെ, മാ തുഖാതിബു മിൻ ഖൗമിൻ ഖദ് ജീഫു, ഈ ശവമായി നാറുന്ന ഈ ജനങ്ങളോട് തങ്ങൾ എന്താ സംബോധന ചെയ്യുന്നത്? ഫഖാല, അപ്പോൾ അള്ളാഹു പറഞ്ഞത്രേ, വല്ലദീ നഫ്സീ ബിയദിഹി മാ അൻതും ബി അസ്മഅ ലിമാ അഖൂലു മിൻഹും വലാകിൻ ലാ യുജീബൂന, ഞാനീ പറയുന്ന വാക്യങ്ങൾ നിങ്ങൾ പോലും ഞാൻ അവരോട് പറയുന്നത് അവർ കേൾക്കുന്ന അത്ര നിങ്ങൾ പോലും കേൾക്കുന്നവരല്ല, പക്ഷെ ഉത്തരം നൽകാൻ അവർക്ക് കഴിയില്ലെന്നേ ഉള്ളൂ എന്ന് നബി പറഞ്ഞു എന്ന്. വതഅവ്വലതുഹു ആയിഷത്തു, ആയിഷ ബീവി ഇതേ വാക്യത്തെ വ്യാഖ്യാനിച്ചു. അലാ അന്നഹു ഖാല, നബി ഈ വാക്യം കൊണ്ട് ഉദ്ദേശിച്ചത്, ഇന്നഹുൽ ആനല യഅലമൂന അന്ന മാ കുന്തു അഖൂലു ലഹും ഹഖുൻ,
പണ്ട് ദുന്യാവിൽ വെച്ച് ഞാൻ അവരോട് ശിക്ഷയുണ്ടാകും, ഖബറിൽ ശിക്ഷയുണ്ടാകും എന്നൊക്കെ പറഞ്ഞത് സത്യമാണെന്ന് ഇപ്പോൾ അവർ അറിയുന്നുണ്ടാകുമെന്നാണ് നബി പറഞ്ഞിട്ടുള്ളത്. കേൾക്കും എന്ന് നബി പറഞ്ഞിട്ടില്ല എന്ന് ഇബ്നു ഉമർ പിഴച്ചിരിക്കുന്നു എന്ന് സമർത്ഥിച്ചുകൊണ്ട് ആയിഷ ബീവി പറയാൻ നോക്കി. ഖതാദ എന്നവരാവട്ടെ അപ്പോൾ നബിയുടെ വാക്ക് കേൾക്കാൻ വേണ്ടി ഇവർക്ക് ജീവൻ നൽകി എന്ന് വ്യാഖ്യാനിച്ചു എന്ന് പറഞ്ഞ ശേഷം മഹാനായ ഇബ്നു കസീർ എന്നവർ ഈ ഖുർആൻ ആയത്തിനെ വ്യാഖ്യാനിക്കുന്നു, വസ്സഹീഹു ഇൻദൽ ഉലമാഇ. എന്നാൽ പണ്ഡിതന്മാരുടെ അടുക്കൽ പ്രബലമായിട്ടുള്ളത് റിവായത്തു അബ്ദുല്ലാഹി ഇബ്നു ഉമറ, ഇബ്നു ഉമർ എന്നവർ റിപ്പോർട്ട് ചെയ്ത ആ ഹദീസിന്റെ ശരി ഭാഷ്യമാണ്. അതായത് മരണപ്പെട്ട മയ്യത്തുകൾ കേൾക്കുമെന്ന്. ലിമാ ലഹാ മിന ശവാഹിദി അലാ സിഹ്ഹതിഹാ, അത് സാധുവാണെന്നതിന് തെളിവായിട്ട് എത്രയോ തെളിവുകളുണ്ട്. മിൻ അശ്ഹരി ദാലിക, അതിൽ ഏറ്റവും പ്രചാരപ്പെട്ടതാണ് മാറവാഹുൽ മുസ്ലിം, മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. മാറവാഹു ഇബ്നു അബ്ദുൽ ബരി മുസഹിഹൻ ലഹു അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ മർഫൂഅൻ മാ മിൻ അഹദിൻ യമുറു ബിഖബ്രി അഖീഹിൽ മുസ്ലിമി കാന യഅരിഫുഹു ഫിദ്ദുനിയ ഫയുസല്ലിമു അലൈഹി. നമ്മൾ ഓതിയ ഹദീസിലെ ആ ഹദീസ് അതിലൊന്നാണ്. അങ്ങനെ 6 പരം ഹദീസുകൾ വിവരിച്ച ശേഷം മഹാനായ ഇബ്നു കസീർ എന്നവർ പറയുന്നു, വഹാദാ ബാബുൻ ഫീഹി ആസാറുൻ കസീറത്തുൻ അനി സ്വഹാബ. സ്വഹാബത്തിനെ തൊട്ട് എത്രയോ ഉദ്ധരണികൾ മരിച്ച ശേഷം അവർ കേട്ടതും സഹായിച്ചതും മരിച്ചതിന് ശേഷം സംസാരിച്ചതും ആത്മാക്കൾ സംസാരിച്ചതുമെല്ലാം ആ കൂട്ടത്തിലുണ്ട്. 6ഓളം റിപ്പോർട്ടുകൾ ഉദ്ധരിച്ച ശേഷം എന്നിട്ട് അവർ പറയുന്നു, വകാന ബഅദുൽ അൻസാരി മിൻ അഖാരിബി അബ്ദുല്ലാഹ് ബിൻ റവാഹ, അബ്ദുല്ലാഹ് ബിൻ റവാഹയുടെ കുടുംബത്തിൽപ്പെട്ട ചിലർ. ഇത് ഇബ്നു അബി ദുന്യ നിവേദനം ചെയ്യുന്നുണ്ട്. അബൂദർദാ റളിയല്ലാഹു അൻഹു ആണെന്ന്. അബൂദർദാ റളിയല്ലാഹു അൻഹു ആയിരുന്നു യഖൂലു, അവർ പറയുന്നവരായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അമലിൻ അഖ്സാ ബിഹി ഇൻദ അബ്ദുല്ലാഹ് ബിൻ റവാഹ. അബ്ദുല്ലാഹ് ബിൻ റവാഹന്റെ അടുക്കൽ ഞാൻ നാണിച്ചു പോകുന്ന പ്രവർത്തനം എന്നിൽ നിന്ന് വന്നു പോകുന്നത് നീ എന്നെ കാക്കണേ നാഥാ എന്നവർ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. കാന യഖൂലു ദാലിക, ഈ പ്രാർത്ഥന അവർ പറയുന്നത് ബഅദ അനുസ്തുഷ്ഹിദ അബ്ദുല്ലാഹ് ബിൻ റവാഹ വഫാത്തായി ഷഹീദായ ശേഷമാണ്. അപ്പൊ ഷഹീദായ അബ്ദുല്ലാഹ് ബിൻ റവാഹ അവരുടെ മരിച്ചവരുടെ ലോകത്തിരുന്ന് എന്റെ ദുഷ്പ്രവർത്തനങ്ങൾ കണ്ടിട്ട് എനിക്ക് നാണം വരുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വന്നുപോകുന്നത് കാക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യാറുണ്ടായിരുന്നു. വഖദ് ശുരിഅ സലാമു അലൽ മൗതാ സലാമു അലൽ മൗതാ, മരിച്ചവരോട് സലാം പറയൽ നമുക്ക് തന്നെ സുന്നത്താണല്ലോ. വസ്സലാമു അലാമല്ലം യശ്ഉർ വലാ യഅലമു ബിൽ മുസല്ലിമി, സലാം പറയുന്നവനെ അറിയാത്തതും തിരിയാത്തതുമായ ആളോട് സലാം പറയൽ മുഹാൽ, അത് അസംഭവ്യമല്ലേ. വഖദ് അല്ലമൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തഹു, അല്ലാഹുവിന്റെ റസൂൽ തന്റെ ഉമ്മത്തിനിക്ക് പഠിപ്പിച്ചിട്ടുണ്ട്, ഇദാ റഅവുൽ ഖുബൂറ, അവർ ഖബർ കണ്ടാൽ അൻ യഖൂലു സലാമുൻ അലൈക്കും അഹ്ലദ് ദിയാർ മിനൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ ഇർഹമുല്ലാഹുൽ മുസ്തഖ്ദിമീന മിന്നാ വ മിൻകും വൽ മുസ്തഖിരീൻ നസ്അലുല്ലാഹ ലനാ വ ലക്കുമുൽ ആഫിയ. ഇതൊരു വല്ലാത്ത സലാമാണ്. ഈ വീട്ടിൽ കിടക്കുന്നവരെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷ, ഇൻഷാ അല്ലാഹ് നമ്മൾ നിങ്ങളേറ്റ് കാണും, നമ്മളിൽ നിന്നും നിങ്ങളിൽ നിന്നും. ഇനി മുന്നിൽ പോയവരും ബാക്കിൽ വരാനിരിക്കുന്നവർക്കും അള്ളാഹ് റഹ്മത്ത് ചെയ്യട്ടെ, നിങ്ങൾക്കും ഞമ്മക്കൊക്കെ അള്ളാഹ് സുഖം തരട്ടെ എന്നാണ് ഈ സലാമിന്റെ അർത്ഥം. ഫഹാദ സലാമു വൽ ഖിതാബു വന്നിദാഉ, ഈ സംബോധനയും വിളിയും സലാമുമെല്ലാം ലി മൗജൂദി യസ്മഉ വയുഖാതബു വയഅഖിലു വയറുദ്ദു, മടക്കുകയും മനസ്സിലാക്കുകയും സംബോധന ചെയ്യപ്പെടാൻ പറ്റുകയും കേൾക്കുകയും ചെയ്യുന്നവരോടാണ്. അങ്ങനെയുള്ളവരോടല്ലാതെ ഇതാവില്ല എന്ന് അല്ലാമ ഇബ്നു കസീർ തന്റെ തഫ്സീർ ഇബ്നു കസീറിൽ 3-ാം വാള്യം 409, 410 പേജുകളിൽ ഇതിനെ വിശദമായി ഉപന്യസിച്ചിട്ടുണ്ട്. അപ്പൊ മരിച്ചവർ കേൾക്കുകയില്ലെന്നല്ല ഈ ആയത്തിന്റെ താല്പര്യം. മരിച്ചവരെപ്പോട് സദൃശമായിരിക്കുന്ന ഈ ശകടങ്ങളെ ഹിദായത്താക്കാൻ നബിയെ തങ്ങൾക്ക് കഴിയില്ല. മരിച്ചവരെ അള്ള കേൾപ്പിക്കും പോലെ അവരെ ഹിദായത്താക്കുന്നതും അള്ളാഹുവാണെന്നാണ് ഈ ആയത്തിന്റെ സാരമെന്ന് വിശദമായി ഹദീസുകൾ വെച്ച് നമ്മുടെ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഉസ്താദെ, അവൾ ആലങ്കരികമായിട്ടുള്ള പ്രയോഗമാണുള്ളത്. അപ്പോ നമ്മള് അങ്ങനെ പ്രയോഗിക്കുമ്പോ ഇപ്പോ മൗത്ത് എന്നുള്ളത് ഇതിനേക്കാൾ മികച്ചാലല്ലേ നമുക്ക് അതിനെ തുല്യമാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു മികച്ചതായിട്ടുള്ള അതായത് കേൾവി അവർ തീരും കേൾക്കൂല എന്നുള്ള ഒരു ഇതല്ലേ നമുക്ക് കിട്ടുക. അതിന്റെ ഒരു ചെറിയ മറുവശം ഞങ്ങൾക്ക് ഇപ്പുറത്തും പറഞ്ഞുതരാം. മുശബ്ബഹും മുശബ്ബഹ് ബിഹി ആവുമ്പോ മുശബ്ബഹ് ബിഹി വജുഹു ശബഹിൽ കുറച്ചും കൂടി മികച്ചു നിൽക്കണ്ടേന്നാണ് നിങ്ങൾ പറയുന്നത്, അല്ലെ? അങ്ങനെ നിങ്ങൾ പറയണേ, അതിൽ വെച്ച് പറയും. അതെ, അല്ല നിങ്ങൾ പറയുന്നത്. അപ്പൊ അതിലൊന്നും കൂടി ചിന്തിക്കണം.
മുശബ്ബഹും മുശബ്ബഹ് ബിഹിം ഏത് വിഷയത്തിലാണോ സദൃശമാക്കുന്നതെങ്കിൽ ആ വിഷയത്തിൽ തുല്യമാവേണ്ട ഒരു ലേശം തുല്യതയും വേണ്ടേ, സദൃശാകണ്ടേ. അപ്പൊ ഇവിടെ മക്ക മുശ്രിക്കുകൾ കേൾവില്ലാത്തോല അല്ല, അപ്പൊ മരിച്ചോല് കേൾവില്ലാത്തോലും എന്ന കേൾവിയിൽ വെറുക്കുണ്ടല്ലോ. അതേമാതിരി മരിച്ചോൽക്കൊണ്ട് കേൾവി. മക്ക മുശ്രിക്കുകൾക്കില്ലാത്ത കേൾവിയില്ലായ്മ എന്താണോ, ഉള്ള കേൾവിയില്ലായ്മ എന്താണോ അത് തന്നെ ആവണ്ടേ മരിച്ചോൽക്കും. മനസ്സിലായില്ലേക്ക്? മുശബ്ബഹ് ബിഹി അയലയാവണം തന്നെ ശരി, പക്ഷെ എന്ത് വിഷയത്തിൽ? സദൃശമാക്കപ്പെട്ട ഗുണത്തിൽ. അപ്പൊ സദൃശമാക്കപ്പെട്ട ഗുണത്തിൽ മക്ക മുശ്രിക്കുകളും ശവങ്ങളും ഒരുപോലെയാവണം ഒരു ഗുണത്തില്. സാക്ഷാൽ കാതിന്റെ കേൾവി ഇല്ല എന്നുള്ള വിഷയം മക്കത്തെ മുശ്രിക്കുകൾക്കുണ്ടോ? അബൂജാഹിൽ ചോട്ടോട്ടണ അല്ല. അപ്പൊ കേൾവി ഉണ്ട്, പക്ഷെ ഉപകാരപ്പെടുന്ന കേൾവിയില്ല എന്നല്ലേ? അതേ വിഷയത്തിൽ മയ്യത്തുകളെ പറ്റൂ, ഇങ്ങോട്ട് പ്രതികരിച്ച് നമുക്ക് കേൾപ്പിക്കുന്ന കേൾവില്ല, അത്രയല്ലേ വേണ്ടുള്ളൂ. അതെ, അത് തന്നെ അള്ളാഹ്ക്ക് കേൾപ്പിക്കാൻ കഴിയും, നബിക്ക് കഴിയില്ലാന്നേ ഈ ആയത്തിന്റെ സാരമുള്ളൂ എന്നാ ഞാൻ ഇത്രയും സമയം നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. അതാണ് മുഫസ്സിറുകൾ പറഞ്ഞത്. മനസ്സിലായോ? ഇപ്പൊ ഈ ആയത്തിലൊന്നും സുന്നികളെ വിശ്വാസത്തിനോ നമ്മളെ ഇമാമികൾ പഠിപ്പിച്ചെന്നതിനോ എതിരില്ല. മനസ്സിലായോ? അസ്സലാമു അലൈക്കും. റൂഹാനി എന്ന് പറഞ്ഞത് റൂഹിന്റെ മുസന്നയാണോ അതല്ല മറ്റു വല്ല വസ്തുവിന്റെ ഇസ്മാണോ എന്ന് വിശദീകരിക്കാൻ കുഴപ്പമുണ്ടായിരുന്നില്ല. റൂഹാനിയ്യ് എന്ന് പറഞ്ഞാൽ റൂഹ് കൊള്ള ചേർക്കപ്പെട്ടത്. അപ്പൊ മോശപ്പെട്ട ചീത്ത ശൈത്താന്റെയോ ജിന്നിന്റെയോ ആത്മാവ് കൊള്ള ചേർക്കപ്പെട്ട ചിലതുണ്ടാവും. അതിനാണ് ഈ പറയുന്നത് റൂഹാനി എന്ന് പറയുന്നത്. റൂഹിന്റെ തെസിനിയല്ല, റൂഹാനിയ്യ് എന്നാണ്. റൂഹാനി എന്നല്ല, റൂഹാനിയ്യ്. റൂഹാനി എന്ന് പറഞ്ഞിട്ട് റൂഹിന്റെ മുസന്നയായി അല്ല അത് ഉപയോഗിക്കാം. അത് നിങ്ങൾ വേണേ ഉപയോഗിച്ചോളി, റൂഹും റൂഹാനിയും. ഞങ്ങൾ പറയണ അതല്ല, റൂഹാനിയ്യിനെ പറ്റിയാ ഞങ്ങളെ ചർച്ച. അല്ല, റൂഹ് എന്ന് പറഞ്ഞാല് റൂഹാനി എന്ന് പറഞ്ഞാൽ ഉറങ്ങുമ്പോ ഒരു മനുഷ്യന് അതല്ല റൂഹാനി. റൂഹുൻ നന്നീന്റെ തെസിനിയായിട്ട് പറയണ അല്ല റൂഹാനി. ജിന്ന് ശൈത്താൻ റൂഹാനി, ഭൂതം പ്രേതം പിശാച്ച് നജീബ് മൗലവി അങ്ങനെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടാക്കണ്ടോ? ഭൂതം പ്രേതം പിശാച്ച് നജീബ് മൗലവി. ഈ ഭൂതം പ്രേതം പിശാച്ച് എന്ന് പറഞ്ഞ കൂട്ടത്തില് ഒരു റൂഹാനി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് റൂഹാനിയ്യ്. അതാണ് സാധാരണ ചർച്ചയിൽ വരുന്ന റൂഹാനി. നിങ്ങൾക്ക് രണ്ട് റൂഹുണ്ട് എന്നാണെങ്കിൽ ഒന്നല്ലല്ലോ, അർവാഹ് എന്ന് തന്നെ പറയണില്ല ഞങ്ങൾ. ബഹുവചനം തന്നെ. പിന്നെ എന്തിനാ തെസിനിയാക്കണ്? ബഹുവചനം തന്നെയല്ലേ? റൂഹാനിയ്യ് എന്ന് പറഞ്ഞിടത്ത റൂഹ് ആത്മീയമായി ബന്ധപ്പെട്ട ദുഷ്ടാത്മാക്കളുമായി ബന്ധപ്പെട്ട ഒരു ശക്തി എന്ന അർത്ഥത്തിൽ കൊടുക്കുന്നതാണ് റൂഹ. അർവാഹ് എന്ന് പറയുന്നത് എല്ലാ ജനങ്ങളും മൊത്തം നോക്കിയാണ് അർവാഹ് എന്ന് പറയുന്നത്. ഒരു മനുഷ്യനെ കൊള്ള നോക്കുമ്പോ റൂഹാനി എന്ന് പറയലില്ലേ? അപ്പൊ ഉറങ്ങിക്കിടക്കുമ്പോ ഒരു റൂഹ് നമ്മളൊന്ന് ഉയർന്നു പോകുന്നു, ഉറക്ക് ഉണർന്നാല് ആ റൂഹ് മടങ്ങി വന്നു. അങ്ങനെ രണ്ട് റൂഹ് ഉണ്ടതായി ഇല്ല. അത് ഞങ്ങളെ കണക്കിനില്ല. അള്ളാന്റെ റസൂല് പറയുന്നത് ഒരു ഖാസായ മനുഷ്യന് ഒരു റൂഹ്, ഇന്നമാ നസമത്തുൽ മുഅ്മിൻ. അങ്ങനെയാണ് അള്ളാന്റെ റസൂല് പഠിപ്പിച്ച ഹദീസുള്ളൂ. രണ്ട് റൂഹുണ്ട് എന്നുള്ളതിന് ഹദീസോ പ്രമാണങ്ങളോ ഇമാമിയങ്ങളോ കൗലോ കിട്ടണം. എന്നാ നമ്മൾ മനസ്സിലാക്കും. അത് ഞാൻ ഇപ്പൊ ഉദ്ധരിച്ചതിലൊന്നുമില്ല. കിതാബുകളിലും അതേക്കുറിച്ച് ചർച്ച ഒന്നും വന്നിട്ടില്ലല്ലേ? അങ്ങനെ വിവരമില്ലാത്ത ആരെങ്കിലും പറഞ്ഞിരിക്കാം, അത് കറുത്ത മഷിയിൽ വന്നിരിക്കും ചെയ്യാം. അത് വേറെ കണക്ക്. അതിവിടെ ചർച്ചയിലുള്ള അടിസ്ഥാനമുള്ളതാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ പലരും പറഞ്ഞത് ഉദ്ധരിച്ചിരിക്കാൻ, പലരും. ഇവിടെ വിഷയമല്ല. ഉസ്താദേ, സാധാരണക്കാരുടെ എപ്പോഴും പ്രയാസപ്പെടുത്തുന്ന കാര്യമാണ് നമ്മൾ മരിച്ച വീട്ടിൽ യാസീനോദ, ഖബറാളിക്ക് യാസീനോദ. ഇങ്ങനെയൊക്കെ ചെയ്താല് ഇതിനൊരു കൂലിയില്ല എന്നാണ് ഇവര് പറയുന്നത്. ഒരു പുണ്യമല്ല, കൂലിയുമില്ല, ഒരടിസ്ഥാനമല്ല. മാത്രമല്ല അതിലും നമ്മൾ അടിസ്ഥാനമൊക്കെ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ അതിലും വമ്പൻ ചോദ്യം, ഇത് മുമ്പ് വല്ലവര് കാട്ടിയിരുന്നോ? മുമ്പ് വല്ല തെളിവുണ്ടോ? സ്വഹാബത്തിന്റെ വല്ല തെളിവുണ്ടോ? അത് താബിഈന് വല്ല തെളിവുണ്ടോ എന്ന് വമ്പൻ ചോദ്യം ചോദിച്ച് നമ്മൾ ചോദിക്കും ചെയ്യും. എന്ത് പറഞ്ഞു കൊടുത്താലും സ്വീകരിക്കില്ല. ഇതിനെന്താ ഓരോരുത്തർ അടിസ്ഥാനമായിട്ടൊന്നും പറയാനൊന്നും പറ്റാതെ. അതിന് നിരവധി തെളിവുകളുണ്ട്. മരണപ്പെട്ടവരുടെ പേരിൽ ഖുർആൻ ഓതുക എന്ന് പറയുന്നത് ധാരാളം ഇമാമുകൾ നമ്മളിങ്ങനെ ഓതിയാൽ തന്നെ ആ ഓതലുകൊണ്ട് തന്നെ മരണപ്പെട്ട മയ്യത്തിന് കിട്ടും എന്ന് പറഞ്ഞവരാണ്. മദ്ഹബിന്റെ ഇമാമുകളിൽ 3 ഇമാമുകളും അങ്ങനെ പറഞ്ഞവരാണ്. ബഹുഭൂരിപക്ഷം ഇമാമുകളും അങ്ങനെ പറഞ്ഞവരാണ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ വിശദീകരണ പ്രകാരം മരിച്ചവർക്ക് വേണ്ടി ഓതിയാൽ ആ ഓതിയത് നേരിട്ട് തന്നെ മയ്യത്തിന് കിട്ടൂലെങ്കിലും അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്താൽ അത് ഉപകരിക്കുമെന്നും അവരെ വിചാരിച്ചുകൊണ്ട് ഓതിയാൽ അത് കിട്ടുമെന്നും അവരുടെ ഹളറത്തിൽ വെച്ചോ ഖബറിങ്കിൽ വെച്ചോ ഓതിയാൽ അത് ഉപകാരപ്രദമാണെന്നും
ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഖബറിന്റെ അടുത്ത് വെച്ചോ മരിച്ചവരുടെ അടുത്ത് വെച്ചോ അവരെ വിചാരിച്ചോ ശേഷം ഓതി ഹദിയ ചെയ്തോ ദുആ ചെയ്താൽ അത് മരിച്ചവർക്ക് ഉപകാരപ്പെടുമെന്നതിൽ 4 മദ്ഹബിന്റെ ഇമാമുകളും ഏകോപിച്ചിട്ടുള്ള അഭിപ്രായമാണ്. നിരവധി ഹദീസുകൾ അതിന് തെളിവായിട്ട് പലരും ഉദ്ധരിക്കുന്നുമുണ്ട്. അപ്പൊ ഇവകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഇമാമുകൾ ചെയ്യുന്നത്. ഇമാം സുയൂത്തി തന്റെ ശറഹ് സുദൂർ എന്ന കിതാബിൽ, ഇമാം ഹലാൽ തന്റെ ജാമിഇ ശഅബി റളിയല്ലാഹു അൻഹു എന്ന താബിഈങ്ങളിൽപ്പെട്ട മഹാനത്തൊട്ട് പറയുന്ന ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ഒരു അസറാണിത്. അദ്ദേഹം പറയുന്നു, കാലത്തിൽ അൻസാറു ഇദാ മാത ലഹുമുൽ മയ്യിത്തു ഇഖ്തലഫൂ ഇലാ ഖബരിഹി യഖറഊന ലഹുൽ ഖുർആൻ. അൻസാറുകളായ സ്വഹാബാക്കൾ അവരിൽപ്പെട്ട ആരെങ്കിലും ആള് മരണപ്പെട്ടാൽ ഇഖ്തലഫൂ ഇലാ ഖബരിഹി, അവരുടെ ഖബറിങ്കിലേക്ക് ഇവർ അങ്ങനെ ചെന്നു മടങ്ങുമായിരുന്നു. വന്നും പോയി കൊണ്ടേയിരിക്കും. യഖറഊന ലഹുൽ ഖുർആൻ, ഈ മയ്യത്തിനിക്ക് വേണ്ടി ഖുർആൻ ഓതിക്കൊണ്ട് ഖബറിൽ ഇങ്ങനെ ആളുകൾ വന്നുപോകല് അൻസാറുകളുടെ ഒരു നടപടിയായിരുന്നു എന്ന് ശഅബി എന്ന താബിഈങ്ങളിൽപ്പെട്ട മഹാൻ അൻസാരി സ്വഹാബാക്കളുടെ അന്നത്തെ ആചാരം വിവരിച്ചത് സ്വഹീഹായതായി ഇമാം ഹലാൽ തന്റെ ജാമിയിൽ വിവരിച്ചത് സുയൂത്തി ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ സ്വഹാബത്തിന്റെ കാലം മുതൽ വരെ നടന്നു വരുന്ന ഈ നടപടി നമ്മുടെ ഇമാമിയങ്ങളൊക്കെ അംഗീകരിക്കുന്നതും 4 മദ്ഹബിന്റെ ഇമാമുകളും മരിച്ചവരുടെ പേരിൽ ഖുർആൻ ഓതി ഹദിയ ചെയ്ത് ദുആ ചെയ്ത് ഖബറിങ്കൽ ദുആ ഓത, മരണപ്പെട്ടവരുടെ അടുക്കൽ ഓത, ഈ ഓത്തൊക്കെ പുണ്യമുള്ളതാണെന്നും പ്രതിഫലാർഹമാണെന്നും സമ്മതിച്ചതാണ്. എന്ന് മാത്രമല്ല, പുത്തൻവാദികൾ ആധാരമാക്കാറുള്ള ഇബ്നു തീമിയ തന്നെ തന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന കിതാബിന്റെ 181-ാമത്തെ പേജിൽ ഇത് വളരെ അംഗീകരിക്കുകയും ഇത് പുണ്യാർഹമാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശിക്ഷൻ ഇബ്നുൽ ഖയ്യിം തന്റെ കിതാബ് റൂഹ് എന്ന കിതാബിൽ നിരവധി പ്രമാണങ്ങൾ അദ്ദേഹത്തിന്റേതായി വിവരിച്ചുകൊണ്ട് മയ്യത്തിന്റെ പേരിൽ ഖുർആൻ ഓതിയാൽ ഫലപ്രദമാണെന്ന് സമർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ മുൻകഴിഞ്ഞ ഇമാമുകളും ഇപ്പോൾ പുത്തൻവാദികൾ ആധാരമാക്കുന്ന എല്ലാ ഇമാമിയങ്ങളും തന്നെ 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളോടൊപ്പം ഇത് അംഗീകരിച്ചവരും എല്ലാവരും അംഗീകരിച്ച നടപടിയാണ്. അത് അൻസാറുകൾ മുതൽക്ക് നടന്നു വരുന്ന നടപടിയാണെന്ന് ശഅബിയുടെ ഈ വാക്കിൽ നിന്ന് ഇമാം സുയൂത്തി ഉദ്ധരിച്ചതിൽ നിന്ന് സ്ഥിരപ്പെട്ടല്ലോ. അപ്പൊ അത്തരം പുണ്യാചാരമാണ്, അത് നടത്തിപ്പോരുക തന്നെ വേണം. മയ്യത്തുകൾക്ക് അതുകൊണ്ട് ഉപകാരവുമുണ്ട്. അള്ളാഹു നമ്മുടെ മയ്യത്തുകളെ നമ്മൾ ഓതുന്ന ഖുർആൻ കൊണ്ട് ഉപകരിക്കുകയും നമ്മൾ മരിച്ച ശേഷം നമ്മുടെ മക്കളും കൂട്ടുകുടുംബങ്ങളും നമുക്ക് വേണ്ടി ഓതിയിട്ട് ഹദിയ ചെയ്ത് അതുകൊണ്ട് ഉപകാരം നേടുകയും ചെയ്യുന്നവർ ഉൾപ്പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. ഈമാൻ കിട്ടാതെ ഒരു ആൾ മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ മകൻ കബറിങ്കൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ അത് അദ്ദേഹത്തിന് അറിയിച്ചു കൊടുക്കുമോ? മനസ്സിലായില്ല. ഈമാൻ കിട്ടാതെ മരിച്ച ആള് ഒരു മകൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് ആ അദ്ദേഹത്തിന് അറിയാൻ കഴിയുമോ പ്രാർത്ഥന? ഈമാനില്ലാതെ കാഫിറുകളായിട്ട് മരിച്ച ആൾക്ക് ബേക്കിലുള്ളവർ ചെയ്യുന്ന ഒന്നും ഉപകരിക്കൂല. പണ്ടവർ ചെയ്തത് അവർ ചെയ്ത് തന്നെ ഉപകരിക്കൂല. സറാബിന്റെ തീയ, മരുഭൂമിയിലെ മരീചിക പോലെയാണ് അവർ സ്വന്തമായി ചെയ്ത കർമ്മങ്ങൾ തന്നെ എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മക്കൾ ദ്വാരന്നിട്ട് ഒന്നും ഉപകാരം കിട്ടൂല ഈമാനില്ലാതെ മരിച്ചോൾക്ക്. അത് നമുക്ക് അറിയില്ലാന്നേ ഉള്ളൂ. ഈമാനില്ലാതെ മരിച്ചോൽ ആരാന്ന് നമുക്കറിയില്ല. ഈമാനില്ലാതെ മരിച്ചോൽക്ക് ഉപകാരം കിട്ടൂല. ആഖിറത്തിൽ ഒരു ഉപകാരവും കിട്ടൂല, ഒരു കർമ്മം കിട്ടൂല. അദ്ദേഹത്തിന് വേണ്ടി മക്കള് ഓതിയാലും വേറെ എന്ത് ഉപകാരങ്ങൾ ചെയ്താലും അത് എത്തൂലെന്ന് ഈമാനില്ലാതെ മരിച്ച ആളാണെങ്കിൽ കിട്ടൂലെന്ന് ഉറപ്പാണ്. ആഖിറത്തിൽ ഒരു ഉപകാരം കിട്ടൂല. ഖബറിന്റെ ശിക്ഷയിൽ ഒന്നും ലഘൂകരണവും കിട്ടൂല. അവർ ചെയ്ത കർമ്മങ്ങൾ കൊണ്ട് തന്നെ പരലോകത്തെ രക്ഷ കിട്ടൂല എന്ന് അള്ളാഹ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഖുതുബിയത്തില് 1000 തവണ എന്നെ വിളിച്ചാൽ ഞാൻ തന്നെ സഹായിക്കും എന്നാണോ അതിലുള്ളത്, അതോ അള്ളാഹു സഹായിക്കുമെന്നാണോ? ഞാൻ ഉത്തരം ചെയ്യും, ഞാൻ വിളി കേൾക്കും, സഹായിക്കണമെന്ന് പറഞ്ഞിട്ടില്ല അവിടെ. അല്ല, എന്നെ നിങ്ങൾ വിളിച്ചോളിയും ഞാൻ നിങ്ങളെ വിഷമങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താം എന്ന് പറഞ്ഞില്ലേ? കുത്തുബിയത്തിൽ വിളിക്കുന്നതൊന്നും ഇപ്പൊ ഇവിടുത്തെ വിഷയമല്ല. അത് കൂട്ടിപ്പെടുന്ന സംസാരിക്കണം. കുത്തുബിയത്തിലുള്ളത് എന്നെ 1000 വട്ടം വിളിച്ചാൽ അവർക്ക് ഞാൻ ഉത്തരം ചെയ്യുന്ന, ഞാൻ വിളി കേൾക്കും. വിളി കേട്ടിട്ട് എന്താണ് അദ്ദേഹം ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ചെയ്യും. മഹാത്മാക്കളോട് നമ്മൾ സഹായം തേടുമ്പോ അവരെ ഇസ്തിഗ്ഫാർ മുഖേന നമ്മളെ സഹായിക്കുന്നതാണല്ലോ നമ്മൾ പറഞ്ഞു വരാറുള്ളത്. അവര് സഹായിക്കുന്നതിനും അവർ അള്ളാഹിനോട് ദുആ ചെയ്ത് സഹായം തേടിക്കൊണ്ടുവരുന്നതിനും അവരുടെ ഹക്കോ പേരോ പറഞ്ഞിട്ട് അവരെ മാനിച്ച് അള്ളാഹ് നേരിട്ട് സഹായിക്കുന്നതിനുമെല്ലാം പേര് ശഫാഅത്ത് എന്നാണ്. ആ ശഫാഅത്ത് ലഭ്യമാക്കുന്ന ഇടപാടിനെല്ലാം പേര് ഇസ്തിഗ്ഫാർ എന്നാണ് നമ്മളെ ഇമാമിയങ്ങൾ ഉപയോഗിച്ചത്. അപ്പൊ മുഹിയുദ്ദീൻ ശൈഖ് നേരിട്ട് സഹായിച്ചാലും അത് ശഫാഅത്താണ്. നമ്മളിപ്പോ ഒരാളെ സഹായിച്ചാൽ അള്ളാഹ് സഹായിക്കുന്നുണ്ടോ ഞാൻ സഹായിക്കുന്നുണ്ടോ? അള്ളാഹ് സഹായിക്കുന്നു, ഞാൻ മുഖേന. അപ്പൊ എന്റെ ഇടപാടിന് അവിടെ എന്താ പേര്? അതിനാണ് പേര് ശഫാഅത്ത്.
മനസ്സിലായി? അല്ല, മനസ്സിലായി. ഞാൻ മാധ്യമമാണ് അവിടെ. ഇതേപോലെ തന്നെയാണ് മരണപ്പെട്ട മഹാത്മാക്കള് അള്ളാഹു നൽകുന്ന കഴിവുകൊണ്ട് അവർ സഹായിച്ചാൽ അള്ളാഹു ശഫാഅത്ത് ചെയ്യാന്ന് അതിന് പറയാം. അള്ളാഹുവിന്റെ മുമ്പിലുള്ള ശഫാഅത്താണ് അവരുടെ മുഖേന കിട്ടുന്ന സഹായം എന്ന് അതിന് പറയാം. പക്ഷെ സുന്നികളിൽ അധിക 90% വരുന്ന പണ്ഡിതന്മാർ തന്നെ മുത്തുനബി സഹായിക്കും, മുത്തുനബിയെ സഹായിക്കും എന്നുള്ള രീതിയിൽ സുന്നികളുടെ ആശയം വികലമാക്കുന്നുണ്ട്. അതങ്ങനെ ശരിയാണല്ലോ. നമ്മൾ സാധാരണ ഒരാളോട് സഹായം ചോദിച്ചാൽ അവർ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നത് തെറ്റാണോ? അല്ലല്ലോ. അതാണ് വ്യക്തമായത്. അത് ഇവിടുത്തെ സാധാരണ ജീവിച്ചിരിക്കുന്നവർ സഹായിച്ചാലും അങ്ങനെ തന്നെയാണ് സത്യം. തുറന്നു പറയാതെ അലങ്കാരം പറയുന്ന സാധാരണ നടപ്പല്ലേ. ഇന്ന് മഴയും ഡോക്ടർ രോഗം മാറ്റും, ഇയാൾക്ക് ചോറുന്നു, ഉമ്മക്ക് കഞ്ഞിയെന്നു എന്നൊക്കെ പറയുന്നത് സാധാരണമല്ല. അതൊക്കെ എന്തിനാ തിരുത്തേണ്ട കാര്യം? അതുപോലെ തന്നെ ഇത് കരുതണ്ടുള്ളൂ. ഇതിലായിട്ട് പറയുമ്പോ അപകടം വരും എന്ന് കരുതുന്നത് വഹാബി മനസ്സാണ്. സാധാരണ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് അവർ സഹായം ചെയ്യുന്നത് അള്ളയാണ് വാസ്തവത്തിൽ സഹായിക്കുന്നത്. അള്ളാഹു ചെയ്യുന്ന സഹായത്തിന്റെ മാധ്യമമാകുന്ന ധർമ്മമേ മനുഷ്യർക്കുള്ളൂ. ഇത് തന്നെയാണ് മരിച്ചതിന്റെ ശേഷം അവർ സഹായിക്കുമ്പോഴുള്ളത്. മാധ്യമമാണവർ. അപ്പൊ അലങ്കാരമായിട്ട് ഉമ്മ കഞ്ഞിയെന്നു, ഡോക്ടർ രോഗം മാറ്റി, ബാപ്പ വിളിയിട്ടു, ബാപ്പ എനിക്ക് പൈസ തന്നു എന്നൊക്കെ പറയുന്ന പോലെ മൊയ്യദ്ദീൻ ഷെയ്ഖ് സഹായിച്ചു, മുത്തുനബി സഹായിച്ചു, ബദരീങ്ങൾ സഹായിച്ചു എന്ന് പറഞ്ഞാൽ ഈമാനിന് ഒരു കേടുമില്ല. പക്ഷെ ഈ ഒരു അവസരം അവർ ചൂഷണം ചെയ്യുന്നുണ്ട്, അവരെ വളർച്ചയ്ക്ക് ഉപയോഗിക്കുന്നുമുണ്ട്. അതിപ്പോ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അതൊക്കെ വിശ്വസിക്കുന്നതിനൊരു കേസുമില്ല. അങ്ങനെ വിശ്വസിക്കുന്നതിനോ പറയുന്നതിനോ ഒരു കേസുമില്ല. നേരായിട്ട് അള്ളാഹുവാണ് സഹായിക്കുന്നത് എന്ന് വിശ്വസിക്കേണ്ടിടത്ത് മനുഷ്യനാണ് അവന്റെ സ്വയം ശക്തി കൊണ്ട് സഹായിക്കുന്നത് എന്ന് പറഞ്ഞാലോ വിശ്വസിച്ചാലോ കാഫിറാവും. അത് മുയ്യദ്ദീൻ ശേഖനെ പറ്റി പറഞ്ഞാലും കാഫിറാവും. പക്ഷെ തവഹുമുള്ള ഒരു കാര്യമല്ല ഇത്. സത്യത്തിൽ അതിൽപ്പെട്ടല്ലത്. മജാസായതൊന്നും തവഹുമുണ്ടാണല്ല, എല്ലാവർക്കും തിരിയുന്ന കാര്യമാണ്. കഞ്ഞുടിച്ചു എന്ന് പറയുമ്പോൾ ആർക്കാ തവഹുമ്? കഞ്ഞുടിച്ചു എന്നറിയുമ്പോൾ കഞ്ഞിനെ ഞാൻ കുടിച്ചു എന്നാണ് അർത്ഥം എന്നുള്ളത് എല്ലാവർക്കും അറിഞ്ഞൂടെ? അത് തിരുത്തണോ? ഏതോ ഒരുത്തം കഞ്ഞി കുടിച്ചേ, കഞ്ഞിനെ കുടിക്കല്ലേ ചെയ്തതെന്ന് അറിയലുണ്ടോ ആരേലും? അപ്പൊ മജാസായി സർവ്വസാധാരണമായത് തിരുത്തണ്ട. തെറ്റായി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തിരുത്തണം. ഏതെങ്കിലും വിവരമില്ലാത്ത ആൾക്കാർ അങ്ങനെ ധരിച്ചു വരുന്നുണ്ട് എന്ന് ബോധ്യമാകുന്നുണ്ടെങ്കിലോ ധരിക്കാൻ ഇടമുണ്ട് എന്ന് വരുന്നുണ്ടെങ്കിലോ തിരുത്തണം. അങ്ങനെ തിരുത്തിയാൽ മതി. അങ്ങനെ തിരുത്തിക്കൊണ്ടി. ഇന്നക ലാ തുസ്മിഉ മൻ ഫിൽ ഖുബൂർ. ഇന്നക ലാ തുസ്മിഉ മൻ ഫിൽ ഖുബൂർ. നബിയെ, മറമാട്ടപ്പെട്ടവരെ നിങ്ങൾക്ക് കേൾപ്പിക്കാൻ കഴിയില്ല എന്ന് ഖുർആനായത്തില്ല. അതാണ് ഇപ്പൊ ഈ ഓതിയത്. ഇന്നക ലാ തുസ്മിഉൽ മൗത എന്ന് പറഞ്ഞ അതേമാതിരിയാണ് അതിന്റെയും തഫ്സീർ. അതൊക്കെ നമ്മളെ തഫ്സീറിന്റെ കിതാബ് പറഞ്ഞിട്ടുണ്ട്. ഖബറിൽ അടക്കപ്പെട്ട ആളുകളെ പോലെ ഈ കുഴിയിലാക്കപ്പെട്ട ശവങ്ങൾ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശം. അപ്പൊ അവിശ്വാസികളായ, അനുസരണത്തിന്റെ കേൾവി കേൾക്കാത്ത അവിശ്വാസികളായ ശകടങ്ങളെ ഖബറാളികളായ ആളുകൾ മറുപടി നൽകാനും സ്വീകരിക്കാനും പറ്റുന്ന കേൾവി കേൾക്കാത്ത വിഷയത്തിൽ അവരോട് സദൃശമാക്കി. അങ്ങനെ ഉപയോഗിച്ചതാണ് ആ ആയത്ത്. എല്ലാ തഫ്സീറിലും അതുണ്ട്. എന്നല്ലാതെ ഖബറാളികൾ കേൾക്കൂല എന്നല്ല അതിന്റെ അർത്ഥം. ഉറക്കില് റൂഹിനെ പിടിച്ചു വെക്കൂ എന്നല്ല പറഞ്ഞ, മരണത്തെ പോലെ തന്നെ പിന്നീട് തിരിച്ച് ഉറക്ക് കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കൂ എന്നല്ല പറയുന്നത്. അതൊരു തരം പിടിക്കലാണ്. നമുക്ക് ആ പിടിക്കലിന്റെ ആ ഒരു ഘട്ടത്തില് അവ ഒന്നും അറിയുകയും കേൾക്കുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ. ചിലപ്പോ അറിയുന്നുണ്ട്, ചിലപ്പോ തോണ്ടിയാൽ തന്നെ അറിയും, ചിലപ്പോ ഉറക്കത്തെ നമ്മളൊന്നും കേൾക്കുകയും. ഇതൊക്കെ ഓരോ തരം ബന്ധമാണ് സഹോദര. ഞാൻ പറഞ്ഞല്ലോ, ഉറക്കത്തിന്റെ നേരത്ത് റൂഹിന്റെ ഒരു ബന്ധം. ആ ബന്ധത്തിൽ നമ്മൾ അനുഭവിക്കുന്ന അനുഭവം നമുക്ക് തിരിയുന്നുണ്ട്. ചിലപ്പോൾ മരിച്ചതിന്റെ ശേഷമുള്ള ലോകത്ത് വേറൊരു ബന്ധം. അസ്ഹാബുൽ കൗഫിനെ ഒന്നും തിരിഞ്ഞില്ല, നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും കറൻസ് മാറിയതൊന്നും തിരിഞ്ഞില്ല എന്നല്ല. അത് ഉറക്കത്തിൽ അങ്ങനെ കടത്തിയപ്പോഴുള്ള ഉറക്കാണ് അവരനുഭവിച്ചത്. അതുപോലെ തന്നെയാണ് മരിച്ചവരുടെ ലോകം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മരിച്ചവരുടെ ലോകത്ത് വേറൊരു ബന്ധമാണ്. ആ ലോകത്തുള്ള അറിവും തിരിവും ഒക്കെയാണ് ഹദീസ് വിവരിച്ച് പറയുന്നത്. അള്ളാന്റെ റസൂലല്ലേ അതൊക്കെ പറയാ. അള്ളാന്റെ റസൂല് വിവരിച്ച് തന്ന ഭാഗമാണ് ആ കാര്യത്തിൽ നമ്മൾ വിശ്വസിക്കേണ്ടത്. ഉറങ്ങിക്കിടക്കുമ്പോഴുള്ള ബന്ധം നമുക്ക് തന്നെ തിരിയും. ആ ബന്ധങ്ങളെ നമുക്ക് തിരിഞ്ഞു. ആ ബന്ധം പോലെ മറ്റൊരു ബന്ധമായിട്ടാണ് ഞാൻ എണ്ണിയത് മരിച്ചവരുടെ ലോകത്തുള്ള ആത്മാവിന്റെ ബന്ധം. ആ ബന്ധത്തിൽ ആത്മാക്കൾക്ക് അറിവുണ്ട്, കേൾവിയുണ്ട്, തിരിവുണ്ട്, സമ്മേളിക്കലുണ്ട് എന്നാണ് ഹദീസുകളിൽ അള്ളാന്റെ റസൂലിന്റെ ഹദീസുകൾ ധാരാളം ഉദ്ധരിച്ച് ഇമാമുകൾ തെളിയിച്ചത്. അതാണ് ഇവിടെ വായിച്ചത്. മനസ്സിലായോ? ഇലാലു ഹൈര്യം വർഷത്ത് റബ്ബി റബ്ബുക്കല്ല. ഇതിപ്പോ അചേതന വസ്തുക്കളോടുള്ള സംസാരല്ലേ, അതുകൊണ്ട് ഇപ്പൊ ഇലാല് കേൾക്കുന്നതെന്ന് വരുമോ? അതുപോലെ തന്നെ ഇബ്രാഹിം എന്ന കുട്ടി മരിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, വൈനാബി ഫിറാഖിക്കയ ഇബ്രാഹിമുല മഅസൂനു എന്ന് പറഞ്ഞ ബുഖാരിയിലുണ്ടല്ലോ. അവിടെ ഇപ്പോ അസ്കലാനിയൊക്കെ പറഞ്ഞത് എന്താ, അത് ഹുല്ലാറിനെയാണ് ഉദ്ദേശം എന്ന്.
അതുകൊണ്ട് ആ ഉദ്ദേശം അവിടെ സാമ്യങ്ങളാണ് ഉദ്ദേശം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ടൊക്കെ ഇപ്പൊ സമായുണ്ട് എങ്ങനെ വരില്ലേ? സമായുണ്ട് എന്ന് നിരവധി തെളിവുകൾ കൊണ്ടല്ലേ ഇമാമുകൾ പറഞ്ഞത്. അല്ല ഇബ്നു കസീർ ദലീലാക്കി കൊടുക്കുന്നത് ഇത് മാത്രല്ല, സലാം അതിനൊരു ഉപോത്ബലകമായ തെളിവായിരുന്നേ ഉള്ളൂ. കേൾവിയുണ്ട് എന്ന് നിരവധി ഹദീസുകൾ വിവരിച്ചിട്ടല്ലേ നമ്മളിവിടെ സ്ഥാപിച്ചത്. നിങ്ങൾ വിഷയാവതരണം കേട്ടില്ലേ? ആ വിഷയാവതരണത്തില് പരേതാത്മാക്കൾക്ക് മരിച്ചവരുടെ ലോകത്ത് കേൾവിയുണ്ട് എന്ന് ഇമാം സുയൂത്തി തങ്ങൾ നിരവധി ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് സമർത്ഥിച്ചു. അതിനു മുൻപും പല ഇമാമുകളും സമർത്ഥിച്ചു. മരിച്ചവർ കേട്ട കഥ ബദറിലെ ഖലീബിലുള്ള അവിശ്വാസികളെ വിളിച്ചപ്പോഴും സ്ഥിരപ്പെട്ടു. അപ്പൊ അത് ഈ ആയത്തിനെതിരല്ലാന്ന് അല്ലാമ ഇബ്നു കസീർ വിവരിച്ചിട്ട് മരിച്ചവർ കേൾക്കുന്നതും കേട്ടിട്ട് നിയന്ത്രിച്ചതുമായ നിരവധി അനുഭവങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഈ പ്രമാണങ്ങളുടെ വെളിച്ചത്തിലാണ് മരിച്ചവർ കേൾക്കുന്നു പറയുന്നത് എന്നല്ലാതെ സംബോധന ചെയ്തതുകൊണ്ട് മാത്രം കേൾക്കുന്നു പറയല്ല. അത് പോൽബലകമായി പറയാനേ ഉള്ളൂ. അത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ചില ദലീലുകൾ കൊണ്ട് അവർക്ക് ഷുഊറുണ്ട് എന്നും ചില ദലീലുകൾ കൊണ്ട് അവർക്ക് ഷുഊർ ഇല്ല എന്നാ മനസ്സിലായിട്ട്. അസ്ഹാബുൽ കഹ്ഫ് 10-300 കൊല്ലം ഉറങ്ങിയിട്ട് പോലും ഓലത്ര കൊല്ലം ഉറങ്ങിയെന്നുകൂടി അവർക്ക് അറിയില്ല. അത് ഉറങ്ങേനി മരിച്ചല്ല, അത് ഉറക്കാണ്. അത് അസുൽ മൗത്തല്ലേ? അല്ല, ഉറക്കത്തിൽ ഷുഊറില്ലാത്ത മാതിരിയല്ല മരിച്ച പരലോകത്തെ മഹാത്മാക്കൾക്ക്, മരിച്ചവരുടെ ലോകത്തെ മഹാത്മാക്കൾക്ക് ഉറക്കിന്റെ ബന്ധമല്ല. അപ്പൊ നേരത്തെ താളോട് പറഞ്ഞ ഞങ്ങൾ കേട്ടില്ലേ, മരിച്ചപ്പോഴുള്ള ബന്ധം വേറൊരു ബന്ധമാണ്, ഉറങ്ങിക്കിടക്കുമ്പോഴുള്ള റൂഹന്റെ ബന്ധം മറ്റൊരു ബന്ധമാണ്. ഉറങ്ങിക്കിടക്കുമ്പോൾ ഷുഊറും തക്ലീഫും മുറിയുന്നത് പോലെ മരണപ്പെട്ട ശേഷമുള്ള ബന്ധത്തിൽ ആത്മാക്കൾക്ക് കേൾവി നശിക്കുന്നില്ല, റസൂല് പറഞ്ഞു. അറിവ് നശിക്കുന്നില്ല, റസൂല് പറഞ്ഞു. സഹായം ചെയ്യാൻ കഴിയുന്നുണ്ട്, റസൂല് പറഞ്ഞു. അത് നമ്മൾ കേൾക്കുക. ബാക്കി വിശദാംശങ്ങൾ നമുക്കറിയില്ല, അത് നമ്മളും അറിയാത്ത വെക്കുക. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സാമിന്റെ കബറങ്ങ ചെന്നിട്ട് വിളിച്ചു. അപ്പൊ സാം എഴുന്നേറ്റു. അപ്പൊ എന്നിട്ട് പറഞ്ഞു, ആരാ പറയണു? സാമിനെ വിളിച്ചു. അപ്പൊ എഴുന്നേറ്റപ്പോ തല നരച്ചിക്കണ് പറഞ്ഞു. അപ്പൊ എന്താ തല നരച്ചത് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു 410 രേഖപ്പെടുത്തിയാണല്ലോ. അപ്പൊ പറഞ്ഞു, ഞാൻ കിയാമത്താളായി എന്ന് വിചാരിച്ചു പോയി, നിങ്ങളെ കാലത്ത് നരൊന്നും ഇല്ലായിരുന്നല്ലോ പറഞ്ഞു. ഞാൻ കിയാമത്താളായി എന്ന് വിചാരിച്ച് പേടിച്ചിക്കാണ്ട് നരച്ചതാണ് പറഞ്ഞു. അപ്പൊ ഈ വിളിച്ച എന്താണ് എങ്ങനെയാണെന്നോ സാഹചര്യങ്ങളൊന്നും അറിയണില്ല എന്നാണല്ലോ ഇവ മനസ്സിലാക്കുന്നത്. മൂപ്പരെ വിളിച്ചത് തടിനെയാണ്. അപ്പൊ ആ തടിന്റെ നേരത്തുള്ള കിടപ്പ് അങ്ങനെയാണ്, മരിക്കണ ഇവരെ ഉറക്കാം. മൂപ്പരെ പറ്റിയല്ല ഞങ്ങളെ സംസാരം, സാമിന്റെ മരിച്ച ലോകത്തുള്ള ആത്മാവിനെ പറ്റിയാണ് ഞങ്ങളെ സംസാരം. മഹാത്മാവിനെ ഇവിടെ ഈസാ നബി ജീവിപ്പിക്കുന്നത് സാമിന്റെ ശരീരമാണ്, മൃതശരീരം. മൃതശരീരവും സാമിന്റെ ആത്മാവും തമ്മിൽ വളരെ ബന്ധമുണ്ട്. ഇപ്പൊ സാമിന്റെ ശരീരത്തെ വിളിച്ചപ്പോ പടച്ചോനെ എന്റെ ശരീരം ആരെ ഇപ്പൊ നീപ്പിച്ചതോന്ന് മൂപ്പര് പറഞ്ഞത് ശരിയാണ്. റഹ്മാൻ എല്ലാരും പറയും, അത് സാമ് പറഞ്ഞു. ഇവിടെ ഞങ്ങൾ സംസാരിക്കുന്നതൊക്കെ പരേതാത്മാക്കളെ പറ്റിയാണ്, മഹാത്മാക്കളെ പറ്റി. അത് ആത്മാവിന്റെ ലോകത്തുള്ള ആത്മാവാണ്, ജഡമല്ല. ജഡവും ആത്മാവും തമ്മിൽ വ്യത്യാസമുണ്ട്. മരിച്ചവർ കേൾക്കുന്നില്ല ഗണ്ഡിതാണോ അല്ലേ? മരിച്ചവർ ഇപ്പൊ കേൾക്കുമ്പോൾ ഷുഊറുണ്ട് എന്നുള്ള ഗണ്ഡിതാണോ? മനുഷ്യവർ കേൾക്കും എന്നത് സത്യമാണ്. ഷുഊറുണ്ടോ അല്ലെന്നുള്ളത് വേറെ വിവരം, അത് വേറൊരു വിവരം. അപ്പൊ ആയിഷാ ബീവി എന്തിനാ പിന്നെ തർക്കിച്ചത്? ആയിഷാ ബീവി ആദ്യം വിവരം കിട്ടായിട്ട്, പിന്നെ വിവരം കിട്ടില്ല. പിന്നെ പിന്തിരിഞ്ഞൊന്നും സ്വഹിയായി സ്ഥിരപ്പെട്ടിട്ടൊന്നുമില്ലല്ലോ. സ്വഹിയായി സ്ഥിരപ്പെട്ടതുപോലെ ഞങ്ങൾക്ക് മനസ്സിലാക്കാം. മഗാസിബിന് ഇസ്ഹാഖില് ഇതേ ഹദീസ് തന്നെ ആയിഷാ ബീവി നിവേദനം ചെയ്തിട്ടുണ്ട്. ഇൻസ്വഹാനാണെങ്കിൽ തന്നെ അവർ റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാലോ. ഇൻസ്വഹാൻ അറിയണേരുന്ന മനസ്സിലാക്കണേന് ഉറപ്പ്, മനസ്സിലാക്കണേന് കുഴപ്പമില്ല, ഉറപ്പിക്കണേനെ കുഴപ്പമുള്ളൂ. ഉറപ്പല്ലെങ്കിൽ തന്നെ സ്വഹിയായാൽ തന്നെ കിട്ടൂല. ലൈഫായ ഉറപ്പ് നമുക്ക് ഉറപ്പിച്ച അതിന് മടങ്ങിയില്ലാന്ന് വെച്ചു. എന്നാ എന്താ നമുക്ക് ആയിഷാ ബീവി മടങ്ങിയില്ല വെച്ചു. എന്നാ ആയിഷാ ബീവിന്റെ ഒരു അഭിപ്രായം എന്നല്ലാതെ എന്താ പ്രമാണങ്ങൾ അതിന് വിരുദ്ധമാകുന്നു എന്നാ നമ്മളെ ഇമാമികൾ സുബൂത്താക്കിയത്. അതുപോലെ മതിയില്ലേ? ഈ ആത്മാവ് എന്ന് പറയുന്നതും ജീവൻ എന്ന് പറയുന്നതും ഒന്നാണോ രണ്ടാണോ? എങ്ങനെ? ആത്മാവ് എന്ന് പറയുന്നതും ജീവൻ എന്ന് പറയുന്നതും ഒരേ സാധനമാണോ രണ്ട് സാധനമാണോ? അത് രണ്ടും രണ്ടാ. ആത്മാവിന്റെ ഒരു ഫലമാണ് ജീവൻ എന്നാണ് അങ്ങനെ മനസ്സിലാക്കുക. പക്ഷെ പ്രയോഗത്തിൽ ചിലപ്പോൾ ഒന്നായിട്ടും പറയും. ഹയാത്തിന്റെ മയനാക്ക് റൂഹ് ഉപയോഗിക്കും, റൂഹിന് പകരം ഹയാത്ത് എന്ന് ഉപയോഗിക്കും. വാസ്തവത്തിൽ റൂഹിന്റെ ഒരു ഫലത്തെ കൊണ്ടാണ് ഹയാത്ത് എന്ന് പറയാം, റൂഹുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥ. സുന്നിയ പ്രസിദ്ധീർ പിന്നെ പുസ്തകത്തിൽ അങ്ങനെ വായിച്ചതായി തോന്നുന്നു. അത് ചിലപ്പോൾ പ്രയോഗത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും. പിന്നെ ഈ സ്വപ്നം നല്ല സ്വപ്നമാവുന്നതും ചീത്ത സ്വപ്നമായി വേർതിരിയുന്നതും അതെന്തുകൊണ്ടാണ്? ഈ ആത്മാവിന് റൂട്ട് പഴിച്ചു പോകുന്നത് കൊണ്ടാണോ? അത് സംബന്ധമായിട്ടൊരു ചോദ്യവും ഉത്തരവും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മറ്റും നടത്തിയ ഒന്നുണ്ട്. അത് വേണോ?
സുദീർഘമായിട്ടല്ലേ ഒന്ന് ചേട്ട തരട്ടില്ലേ? ലേശമാണെങ്കിൽ ഒന്ന് കിട്ടും, അത്രയ്ക്കല്ലേ കിട്ടുള്ളൂ നമുക്ക്. അത്ര കിട്ടിയാൽ മതി. അബൂ അബ്ദുല്ലാഹ് ഹാഫിദ് ഇബ്നു മന്ദ തന്റെ കിതാബിൽ വിവരിച്ച ഒരു ഹദീസ്, ലഖിയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അലി ഇബ്നു അബീ ത്വാലിബ് ഫഖാല ലഹു യാ അബൽ ഹസൻ. അലി ഇബ്നു അബീ ത്വാലിബിനെ ഉമർ എന്നവർ കണ്ടിട്ട് പറഞ്ഞു, റുബ്ബമാ ശഹിദ്ത വഗിബ്ന വശഹിദ്നാ വഗിബ്ത. നബിന്റെ സദസ്സിൽ ചിലപ്പൊക്കെ നിങ്ങൾ ഉണ്ടാവും, ഞങ്ങൾ ഉണ്ടാകാറില്ല. ചിലപ്പോൾ ഞങ്ങൾ ഉണ്ടാവും, നിങ്ങൾ ഉണ്ടാകാറില്ല. സലാസുൻ അസ്അലുക അൻഹുന്ന. ഞാനൊരു 3 കാര്യം നിങ്ങളോട് ചോദിക്കുന്നു. എന്തൊക്കെ മിൻഹുന്ന ഇൽമുൻ, നിങ്ങളടുക്കൽ അതിന്റെ വലിയ ഇൽമുണ്ടോ? ഫഖാല അലി. അപ്പൊ അലിയാർ ചോദിച്ചു, ഒമാ ഹുന്ന, എന്താണത്? ഫഖാല അർറജുലു യുഹിബ്ബുർ റജുല വലം യറ മിൻഹു ഖൈറ വറജുലു യുബ്ഗിദുർ റജുല വലം യറ മിൻഹു ശർറ. ഒരു മനുഷ്യന് ചില മനുഷ്യന്മാരെ ഇഷ്ടം ഒരു നേട്ടം അയാളിൽ നിന്ന് കിട്ടിയിട്ടല്ല, ഒരാൾക്ക് ചിലരോട് ദേഷ്യം ഒരു കേടും അയാളിൽ നിന്ന് വന്നിട്ടല്ല. ഇതെന്താ ഈ ദേഷ്യം എന്ന് ചോദിച്ചു. ഫഖാല അലിയുൻ. അപ്പൊ അലിയാർ പറഞ്ഞു, നഅം, അതിനെപ്പറ്റി എന്റെ അടുക്കൽ ഇൽമുണ്ട്. സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇന്നൽ അർവാഹ ജുനൂദും മുജന്നദ. ആത്മീയ ലോകത്തുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ എന്ന് പറഞ്ഞൊരു ഹദീസ് വിവരിച്ചു. ഫബൈനമാ ഹുവ ഖാല ഉമർ. അപ്പൊ ഇത് കേട്ടപ്പോ ഈ വിവരം ആദ്യം പറഞ്ഞ ഹദീസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഫഖാല ഉമർ. അപ്പൊ ഉമർ എന്നവർ പറഞ്ഞു, വാഹിദ, ഒരു കാര്യത്തിന് മറുപടി കിട്ടി. രണ്ടാമത്തൊന്ന് പറഞ്ഞത്, വറജുലു യുഹദ്ദിസുൽ ഹദീസ ഇദ് നസിയഹു ഫബൈനമാ ഹുവ വമാ നസിയഹു ഇദ് ദക്കറഹു. ഒരാളെ ചിലപ്പോൾ ഒരു സംഗതി മറന്നുകൊണ്ടിരിക്കണതിന്റെ ഇടയിൽ പെട്ടെന്ന് തന്നെ ഓർക്കണ്, ഇതെന്താ ആവോ എന്ന്. അപ്പൊ അലി ഇബ്നു അബീ ത്വാലിബ് റസൂലുള്ളാഹിന്റെ ഒരു ഹദീസ് വിവരിച്ചു. ഒരാളിങ്ങനെ നിൽക്കുമ്പോൾ ചെറിയൊരു മറവ്, ഒരു ചെറിയ മേഘം പോലത്തെ ഒരു മൂടി ഹൃദയത്തിന് വരുന്നതാണ്. ആ മൂടി വരുന്നതാകുന്നു ഇങ്ങനെ വരാൻ കാരണമെന്ന് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ വിവരിച്ചു. ഞാൻ ചുരുക്കാണ്. മറ്റൊന്ന് ഉമർ എന്നോട് പറഞ്ഞു, ഇസ്നത്താൻ. ഇപ്പൊ 2 മൂന്നാമത്തെ ഒന്ന് കാല വറജുലു യററുയ ഫമിൻഹാ മാ യസ്ദുഖു വമിൻഹാ മാ യക്ദുബു. നിങ്ങൾ പറയുന്നത് ഇതിലാണ്. 2 ഉണ്ട് സ്വപ്നത്തിൽ. ചിലത് പുലരുന്ന് കാണാ, ചിലത് കള്ള സ്വപ്നം. ഇതെന്താ അങ്ങനെയാണ്? ഫഖാല. അപ്പൊ മൂപ്പർ പറഞ്ഞു, നഅം, അതിലും എന്റെ അടുക്കൽ വിവരമുണ്ട്. സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു. നബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മാമിൻ അബ്ദി യനാമു യതമല്ലഉ നൗമൻ ഇല്ലാ ഉരിജ ബി റൂഹിഹി ഇലൽ അർശി. ഏതൊരാൾ ഉറങ്ങുമ്പോഴും നിറഞ്ഞുറങ്ങിയാൽ അയാളുടെ ആത്മാവ് അർശി വരെ കേട്ടു. ഫല്ലദീ ലാ യസ്തൈഖിദു ദൂനൽ അർശി. അർശിന്റെ താഴെന്ന് ഉണരാത്ത ആത്മാവ് ഫതിൽക റുയല്ലതി തസ്ദുഖു. അയാൾ കാണുന്ന സ്വപ്നങ്ങളാണ് പുലരുന്നത്. വല്ലദീ യസ്തൈഖിദു ദൂനൽ അർശി. അർശിന്റെ താഴെന്ന് തന്നെ ഉണരുന്ന ആത്മാവ് ഫഹിയല്ലതി തക്ദിബു. അതാണ് വ്യാജമായ മോശപ്പെട്ട സ്വപ്നങ്ങളും പുലരാത്ത സ്വപ്നങ്ങളും എന്ന്. അപ്പൊ ഉറക്കത്തിൽ നമ്മുടെ ആത്മാവ് പോകുമ്പോ അർശിന്റെ അപ്പുറം കടന്ന് അർശുമായി ബന്ധപ്പെടാത്തത് കാണുന്ന സ്വപ്നങ്ങളാണ് കള്ളമായി വരുന്ന സ്വപ്നങ്ങൾ എന്ന് അലിയാർ റസൂലുള്ളാഹിനെ തൊട്ട് ഉദ്ധരിച്ച് മറുപടി നൽകി. അപ്പൊ ഉമർ എന്നവർ സലാസ് 3 കുന്തു ഫീ ത്വലബിഹിന്ന. ഞാൻ ഇത് അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഫൽഹംദുലില്ലാഹില്ലദീ അസ്വാബഹുന്ന ഖബ്ലൽ മൗത്ത്. ഈ 3 പ്രശ്നങ്ങളും കുരുക്കഴിക്കാൻ മരിക്കും മുമ്പ് തന്നെ കഴിഞ്ഞല്ലോ. അല്ലാഹു സ്തുതി എന്ന് മൂപ്പർ പറഞ്ഞു എന്ന് മഹാനായ ഹാഫിദ് അബൂ അബ്ദുല്ലാഹി ഇബ്നു മന്ദ തന്റെ കിതാബ് നഫ്സ് വറൂഹിൽ വിവരിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ആ കള്ള സ്വപ്നങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ ഒരു മാർഗം. കൂടുതൽ തിരിയൂല അതിനെ പറ്റി. പിന്നെ മറ്റൊരു ചോദ്യം, ഇത് മനസ്സിലായില്ലേ? കഴിഞ്ഞില്ലേ? ഉസ്താദ് പറഞ്ഞല്ലോ, ഒരാൾ മരണപ്പെട്ട് ചെന്നാല് ആ ആത്മാവിനെ മറ്റുള്ള നേരത്തെ അവിടെ ചെന്ന ആത്മാക്കളൊക്കെ സ്വീകരിക്കാനും അന്വേഷണത്തിന് തിരക്കൂട്ടുമ്പോ അവർ പറയും അയാളൊന്ന് വിശ്രമിക്കട്ടെ. അപ്പൊ ഇന്നഹു ഫീ കർബിൻ ഷദീദ്, അയാൾ കുറെ പ്രയാസം കഴിഞ്ഞ് വരികയാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ എവിടെയാണ് ചോദിക്കുന്നത്, ഈ ആത്മാവിനാണോ ഈ പ്രയാസം ഉണ്ടാകുക? നമ്മള് ആത്മാവ് ശരീരത്തിൽ നിന്ന് ഊരുമ്പോ ശരീരത്തിനല്ല വേദനയും പ്രയാസവും ഉണ്ടാകുക? അത് രണ്ടിനും ഉണ്ടാവും. രണ്ടും തമ്മിലുള്ള ബന്ധം ഏർപ്പെട്ടു പോവുകയല്ല. അപ്പൊ അതിന്റെ ആ ഒരു പ്രതിഫലനങ്ങൾ ആത്മാവിനുണ്ടാവുമല്ലോ, ലേശം ഉണ്ടാവും. മരണപ്പെട്ടു പോയ ഒരാള്, അയാളുടെ ആത്മാവ് സംശുദ്ധമായിരിക്കട്ടെ അല്ലാതിരിക്കട്ടെ, തന്റെ പ്രവർത്തികൾക്കുള്ള സവാബ് ലഭിക്കുന്നത് ഈ മരണത്തോടു കൂടെ തന്നെ കൂലിയോ ശിക്ഷയോ കിട്ടുമോ? അല്ല മരണത്തിന് ശേഷം എല്ലാവരെയും പുനർജീവിപ്പിച്ചതിന് ശേഷമാണോ നരകവും സ്വർഗവും ഒക്കെ ലഭിക്കുന്നത്? നരകവും സ്വർഗവും ഒക്കെ ആഖിറത്തിലെത്തിയിട്ടുള്ളതാണ്. സവാബും ഇഖാബും ഒക്കെ ആഖിറത്തിലെത്തിയിട്ടുള്ളതാണ്. പക്ഷെ അതിന്റെ സൂചകമായിട്ടാണ് ബർസഖിന്റെ ജീവിതത്തിലെ അനുഭവങ്ങളും. അപ്പൊ ബർസഖിന്റെ ജീവിതത്തിലും തിന്മ ചെയ്ത ആളുകൾക്ക്, നരകശിക്ഷന്റെ ആളുകൾക്ക് ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും, ഒരു തരം അനുഭവം. അതുപോലെ തന്നെ സ്വർഗസ്ഥരായ ആളുകൾക്ക് സ്വർഗീയ സുഖം അവരുടെ ആത്മീയ ലോകത്തും ഖബറിലും അവരനുഭവിക്കേണ്ടി വരും. ഇതാണ് ഖബറിലെ ശിക്ഷയും രക്ഷയുടെ ഒക്കെ അർത്ഥം.
യഥാർത്ഥത്തിലുള്ള ശിക്ഷ, കർമ്മത്തിന്റെ ശിക്ഷ, അതിന് വിചാരണയൊക്കെ കഴിഞ്ഞിട്ടോ വിചാരണ അല്ലാത്തോലെ സ്വർഗത്തിലോ നരകത്തിലോ കടത്തിയിട്ടാണ് കിട്ടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ സ്വർഗവും നരകവും നേരിട്ട് കണ്ടു എന്നാണ്. കണ്ടല്ലോ. അത് ആദ്യം തന്നെ സ്വർഗവും നരകവും ഇപ്പൊ നിലവിലുണ്ടോ? ഇങ്ങനെയാണ് സ്വർഗവും നരകവും സൃഷ്ടിച്ചിട്ടുണ്ട് എന്നല്ലേ അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം. അതിലെന്താ തർക്കം? അതല്ല, ശിക്ഷയൊക്കെ ഇപ്പൊ തന്നെ നരകത്തിലേക്ക് പോയ ആളുകൾ, ഇപ്പൊ കാഫിര്യങ്ങളായി മരിച്ച ആളുകൾ ഇപ്പൊ അവര് നരകത്തിലാണോ ഉള്ളത്? അതിന്റെ ഒക്കെ വിശദവിവരം നമുക്കറിയില്ല. അതിന്റെ ചിത്രീകരണമാവാം. നരകസ്ഥരായ ആളുകളെ പ്രത്യേകമായ രൂപത്തിൽ അള്ളാഹു അവിടെ ഹാജരാക്കിയിട്ട് നബിക്ക് കാണിച്ചു കൊടുത്തു അതിന്റെ യഥാർത്ഥ രീതിയിൽ. അങ്ങനെ ആവാം. അല്ലാതെ അപ്പൊ ശിക്ഷ കഴിഞ്ഞിട്ടുള്ള സ്വർഗം നരകമല്ലല്ലോ കണ്ടത്. അപ്പൊ സ്വർഗം നരകവും ഇങ്ങനെയായിരിക്കും എന്ന് അള്ളാഹുവിന്റെ റസൂല് ശരിയായ സ്വർഗത്തിന്റെയും ശരിയായ നരകത്തിന്റെയും രൂപത്തിൽ അള്ളാഹു ചിത്രീകരിച്ചു കൊടുത്തപ്പോ അത് കണ്ടു, അത് വിവരിച്ചു. അത്രമാത്രം. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി എന്നറിയുന്ന ആയത്തിൽ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം ശുഹദാക്കളെ കുറിച്ച് പറഞ്ഞു. ഇത് ശുഹദാക്കളെ കുറിച്ച് മാത്രമാണോ ഉദ്ദേശിച്ചത്? അള്ളാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്. അവർക്ക് പ്രത്യേകമായ ഒരു തരം ജീവിതമുണ്ട്. യുർസഖൂന്നും കൂടി ഉണ്ട് ബാക്കി. യുർസഖൂന ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി. അപ്പൊ ഭക്ഷണാദികളും മറ്റൊക്കെ നൽകപ്പെട്ടുകൊണ്ട് പച്ചപ്പക്ഷികളുടെ ഉള്ളിലായിട്ട് പറന്നു നടക്കുന്ന തരത്തിലുള്ള ഒരു സ്വതന്ത്ര വിഹാരത്തിന്റെ നല്ല സുന്ദരമായ ജീവിതം ശുഹദാക്കൾക്കുണ്ട്. ആ ജീവിതം മറ്റു മോമിനിയങ്ങൾക്ക് പറഞ്ഞിട്ടില്ല. അതേ സമയത്ത് മോമിനിയങ്ങളും സുഖങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് ആത്മീയ ലോകത്ത് സ്വർഗത്തിലെ മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന പക്ഷികളാണ്. മറ്റേതങ്ങനെയല്ല. യുർസഖൂന്നും കൂടി ലേവാക്കി. അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അവർക്ക് റിസ്ക്കുണ്ട്. അപ്പൊ ഒതുപത്തമ്പ അശീയത്തൻ റിസ്ക് നൽകിയിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള സ്വർഗീയ ആരാമത്തിലെ സ്വതന്ത്ര വിഹാരം അനുവദിക്കപ്പെട്ടവരും അനുഭവിക്കുന്നവരുമാണ് ശുഹദാ. ആ അനുഭവം മറ്റുള്ളവർക്കില്ല. അപ്പൊ സിദ്ദീഖുകൾക്ക് ഏതായാലും കിട്ടുമല്ലോ എന്ന് ചില പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. ശുഹദാവിനുണ്ടെങ്കിൽ അവരെക്കാൾ ശ്രേഷ്ഠരായ സിദ്ദീഖുകൾക്ക് ഏതായാലും ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞ ഇമാമിങ്ങളുണ്ട്. നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകള് മരിച്ചവരുടെ പേരിൽ വളരെ ആദരപൂർവ്വം നടത്തുന്ന ഒന്നാണ് കണ്ണോക്ക്. ഈ കണ്ണോക്കിനെ കുറിച്ച് ബുൾബുൾ തന്നൊരു ചോദ്യത്തിൽ വളരെ നിസ്സാരമായി തോന്നി എനിക്ക് മറുപടി പറഞ്ഞത് മരിച്ച ബന്ധുക്കളുടെ കണ്ണീര് പോക്കലാണ് കണ്ണോക്ക്. അങ്ങനെയാണെങ്കിൽ അത് 3-ാം ദിവസം വരെ കാത്തിരിക്കേണ്ടതുണ്ടോ? അതല്ല ബന്ധുക്കളുടെ വീടുകളിൽ പോയി ചെയ്താൽ മതി? അതോ മരിച്ച വീട്ടിൽ തന്നെ ചെയ്യണോ? പ്രവാസികളായ ഞങ്ങൾ നാട്ടിൽ വരുമ്പോ കേൾക്കണ മരണ വാർത്ത കേൾക്കുമ്പോ ബന്ധുക്കളത്ത് പോയാൽ ഞങ്ങൾക്ക് അതിന്റെ പ്രതിഫലം കിട്ടുമോ എന്നറിഞ്ഞ കൊള്ളായിരുന്നു. 3-ാം ദിവസം മാത്രമല്ല കണ്ണോക്ക്, 3 നാള് വരെ അങ്ങനെയാണ്. മരിച്ചയിടം മുതൽക്ക് 3 നാള് വരെ കണ്ണ് തോർത്തി കൊടുക്കാൻ വേണ്ടി പോകൽ സുന്നത്തുണ്ട്. 3-ാം നാളിൽ നമ്മൾ നടത്തുന്നത് മയ്യത്തിന്റെ പേരിൽ ദ്വാരക്കലും ഭക്ഷണം കൊടുക്കലുമാണ്. അത് വേറൊരു സുന്നത്താണ്. കണ്ണോക്ക് വേറെ. കണ്ണോക്ക് പറയുന്നത് മയ്യത്തിന്റെ അവിടുന്ന് കിട്ടണ ചോറല്ല. നമ്മൾ പോകുമ്പോ മയ്യത്തിനെ സമാധാനിപ്പിക്കാൻ കയ്യൊക്കെ പിടിച്ച് അളമല്ലാഹു അജറക്ക വാസന അസാഖ് എന്നൊക്കെ പറയില്ലേ, ഇതാണ് കണ്ണോക്ക്. അല്ലെങ്കിൽ അവിടെ പോയിട്ട് നമ്മൾ ദ്വാരന്ന് കണ്ട് പറയും, അല്ലെങ്കിൽ ഓനെ കൊട്ടിയിട്ട് പേടിച്ചണ്ട സാരല്ല നമ്മളൊക്കെ മരിച്ചില്ലേ എന്ന് പറയും. ഇതാണ് കണ്ണോക്ക്. ഇത് കണ്ണ് തോർത്തി കൊടുക്കലാണ്. അതാണ് അതിൽ പറഞ്ഞേ കണ്ണോക്ക് എന്ന വാചകത്തിന്റെ അർത്ഥം ബുൽബുൽ പറഞ്ഞ നിസ്സാരവൽക്കരിക്കലൊന്നും അതിലില്ല. ആ വാക്കിന്റെ അർത്ഥം പറഞ്ഞാണ്. അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലായല്ലോ. 3-ാമത്തെ നാളിൽ നടത്തുന്നത് ദ്വാരക്കലാണ്. ദ്വാരക്കല് മരിച്ചവരുടെ പേരിൽ നടത്തുന്നത് 3-ാം നാളിൽ നടത്തുന്നതും 4-ാം നാളിൽ നടത്തുന്നതും 7 ദിവസം നടത്തുന്നതും നല്ല മുറപ്പെട്ട സുന്നത്താണെന്നും സ്വഹാബത്തിന്റെ കാലം മുതൽക്ക് നടന്നു വരുന്ന ആചാരമാണെന്നും തന്നെ വെളിവാക്കിക്കൊണ്ട് ഇമാം സുയൂത്ത് റളിയല്ലാഹു അൻഹു തങ്ങൾ നല്ലൊരു രചന നടത്തിയിട്ടുണ്ട്. അതായിപ്പെട്ട കർമ്മമാണ് നമ്മൾ നടത്തുന്ന ദുആയും തിന്നാൻ കൊടുക്കലും ഭക്ഷിപ്പിക്കലും ഒക്കെ. ഇവിടെ പറയുന്നത് മരിച്ച മയ്യത്തിന്റെ ആളുകളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പോകുന്നതാണ് കണ്ണോക്ക്. അതിന്റെ പേരാണ് അറബിൽ തഅസിയത്ത്. ഈ തഅസിയത്തിനുള്ള മലയാള ശബ്ദം വന്ന് കണ്ടെത്തിയതായിരിക്കാം കണ്ണ് തോർത്തുക, കണ്ണോക്കുക എന്നൊക്കെ പറയുന്നത്. അതാ ബുൽബുൽ പറഞ്ഞത്. ഇത് കഴിഞ്ഞില്ലേ? നിസ്സാരമൊന്നുമല്ലല്ലോ. പിന്നെ ഞങ്ങള് രാഷ്ട്രീയക്കാർ എന്നുള്ള നിലക്ക് മരിച്ചു പോണ ദുനിയാവിൽ ജീവിച്ചു വരുമ്പോൾ ഒരുപാട് മുദ്രാവാക്യങ്ങളോടും മറ്റൊക്കെ മുർത്തതായി പോണ മനുഷ്യന്മാര് മരിച്ചു പോയാല്, ഇപ്പൊ നേരത്തെ ഒരു ചോദ്യത്തിനുള്ള പറഞ്ഞു ഈമാൻ കിട്ടാതെ മരിച്ച മനുഷ്യന്മാർക്ക് ഓല് ചെയ്ത സൽക്കർമ്മത്തിനും പ്രതിഫലം കിട്ടൂല. അത് ഞങ്ങളിപ്പോ പ്രവാസികളൊക്കെ അവിടെ സംഭാവനകളൊക്കെ വാങ്ങി പള്ളിയിൽ കയക്കലുണ്ട്, പള്ളി കയറ്റാൻ കാശലുണ്ട്, അതിനും പ്രതിഫലം ഉണ്ടാവില്ല. പക്ഷെ അതിനുവേണ്ടി അവർക്ക് സംഭാവന വാങ്ങി അല്ലെങ്കിൽ മരിച്ചുപോയ വാപ്പ മുർത്തതായി പോയ ബന്ധുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നമുക്ക് പ്രതിഫലം ഉണ്ടോ? ചെയ്തോൽക്കോ? ചെയ്ത പ്രതിഫലം ഒട്ടും നഷ്ടപ്പെടില്ല. അതൊരു നേരത്തെ പറഞ്ഞ ശ്രോതാക്കൾക്ക് റിസ്ക്കും കൂടി കൂടുതലുണ്ട്. അതാണ് ഓർക്കുള്ള പ്രത്യേകത.
ഇമാം അഹമ്മദ് റളി അള്ളാഹുവിന്, ഷാഫി ഇമാം, ഇമാം മാലിക് റളി അള്ളാഹുവിന്, സുഹരി, അബ്ദുറഹ്മാൻ ബിൻ കഅബ് മാലിക് വഴി റസൂല് വഴി ഉദ്ധരിക്കുന്ന സ്വഹിയ ഹദീസ് നേരത്തെ വായിച്ചല്ലോ. അതിലെ നസമത്തുൽ മൂമിന് ത്വായിറുൻ തഅലുഖു ഫീ ശജരിൽ ജന്ന അത്ത അല്ലാഹു തആല അതിനെ ഖിയാമത്ത് അതിന്റെ മടക്കുന്നേരാൻ അവിടെ യൗക്കുലു എന്നാണ് ഇബ്നു കസീർ ഓരോരുത്തർ അർത്ഥെടുത്ത്. അപ്പോൾ യൗക്കുലു ഭക്ഷിക്കും, തഅലുഖു ഭക്ഷിക്കുന്നു. വായിച്ചത് നമ്മള് ഇബ്നു കസീറിൽ ഒരു ഭാഗത്ത് എടുത്തത് തഅലുഖു അഥവാ യൗക്കുലൂൻ. ഒരിടത്ത് ഹദീസ് ഉദ്ധരിച്ചു പോയി, വേറൊരിടത്ത് ഇബ്നു കസീർ പറഞ്ഞിടത്ത് അങ്ങനെ. അപ്പോൾ ഓൽക്കും ഭക്ഷണം കിട്ടുക എന്നുള്ള പ്രത്യേകത എല്ലാ മുഅ്മിനീങ്ങളും അങ്ങനെയാണ് ഇബ്നു കസീർ പറഞ്ഞത്. പറ്റും, അങ്ങനെ വിശ്വസിക്കണം, അങ്ങനെ വിശ്വസിക്കണം. ഞാൻ ഇയാൾക്ക് മനസ്സിലാക്കി കൊടുത്താണ് തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹു ഒക്കെ വേണമെങ്കിൽ വേറെയുണ്ട്. ഓരോന്ന് എടുത്തു പറഞ്ഞു എന്നുള്ളൂ. അവിടെ അല്ല, അത് മാത്രം പറയുന്നുണ്ട്. ഫീ ഹവാസിലി തുയൂരിൻ ഹുദിരിൻ തസ്റഹു ഫിൽ ജന്നത്തി കൈഫ ശാഊ എന്നൊക്കെ പറയുന്നതൊക്കെ ശുഹദായിനെ പറ്റിയാണ്. അങ്ങനെ കാണുന്നില്ല മറ്റുള്ളവരെ പറ്റി. ഒരു വചീനം മാത്രം വേറെ ഹദീസിലുണ്ടെങ്കിൽ അങ്ങനെ വിശ്വസിക്കാം. നമ്മള് മരിച്ച വീട്ടില് 7-40 ആണ്ടൊക്കെ പ്രത്യേകമായൊരു ഡേറ്റ് എന്തേലും അടിസ്ഥാനമായിട്ട് ഡേറ്റ് വെച്ചുണ്ടായിട്ടൊരു മോശമൊന്നുമില്ലല്ലോ. വേറൊരു ഗുണം ഉണ്ടായില്ലേ, 7 ദിവസവും ഖബറിന്റെ അകത്ത് ചോദ്യമുണ്ട്. അപ്പൊ 7 ദിവസവും ഖബറിന്റെ അകത്ത് ചോദ്യം നടക്കുന്നത് കൊണ്ട് ആ 7 ദിവസവും മരണപ്പെട്ട ആളുകളെ പറ്റി ഭക്ഷണം കൊടുക്കലും വജീനം കൊടുക്കലും സ്വഹാബത്തിന്റെ പതിവായിരുന്നു എന്ന് ഒരു റിപ്പോർട്ട് ഇമാം ത്വാഊസ് എന്ന താബിയങ്ങളിൽപ്പെട്ട മഹാനെ തൊട്ട് ഉദ്ധരിച്ചിട്ട് അത് തന്നെ വിശദീകരിച്ചുകൊണ്ടൊരു രചന ഇമാം സുയൂത്തിക്കുണ്ട്. ആ 7 ദിവസവും ഭക്ഷിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് 7 ദിവസവും നമുക്ക് കഴിയാത്തതുകൊണ്ട് നമ്മൾ 7-ാം ദിവസം ചെയ്യുന്നതാണ് 7. ഇതിന്റെ ഒരു റിപ്പോർട്ടിൽ 40 ദിവസവും ചോദ്യമുണ്ട് എന്നുണ്ട് മുനാഫിക്കുകളുടെ കാര്യത്തിൽ. അപ്പൊ അങ്ങനെ വല്ല ആളുകളും നമ്മളുടെ കൂട്ടത്തിൽ പോയവരാണെങ്കിൽ അവർക്ക് വല്ല നേട്ടവും കിട്ടട്ടെ എന്ന് എഴുതിയിട്ട് 40 ദിവസവും ഭക്ഷിപ്പിക്കുന്നതും നടപടിയുണ്ട്. അതിന്റെ ഒരു ഭാഗം സമാപ്തിയുള്ള നിൽക്കാൻ 40 കഴിക്കുന്നുണ്ട്. അപ്പൊ 40-നോ 7-നോ വേറെ ഏത് ദിവസമൊക്കെ കഴിച്ചാലും അതൊക്കെ മയ്യത്തിനെ തൊട്ടുള്ള സ്വതക്കയും മയ്യത്തിനെ തൊട്ടുള്ള ഭക്ഷണം കൊടുക്കലുമാണ്. അതിന്റെ ഒക്കെ പുണ്യം കിട്ടും ചെയ്യും. ഈ ദിവസങ്ങൾ ആധാരമാക്കുന്നതിനൊക്കെ പ്രത്യേകം അടിസ്ഥാനമുണ്ട്. അതാണ് അഹ്ലു സുന്നത്തിന്റെ ആചാരം. തെൽക്കീന്റെ ഉദ്ദേശം എന്താണ്? തെൽക്കീനോടുള്ള ഉദ്ദേശം ഖബറിന്റെ അകത്തുള്ള ഫിത്നയിൽ അള്ളാഹുവിനെയും റസൂലിനെയും നബിയെയും ഓർമ്മപ്പെടുത്തി കൊടുക്കുക. ആ ഓർമ്മപ്പെടുത്തി കൊടുക്കുന്ന വാചകമായിട്ട് അതാണ് ഉദ്ധരിക്കുന്നത്. വഅന്നക റളീത ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനം വബി മുഹമ്മദിൻ നബിയ്യാനാവും. ചിലര് മർറബ്ബുക അല്ലാഹു റബ്ബി വ മുഹമ്മദുൻ നബി എന്നൊക്കെ പഠിപ്പിക്കും. അപ്പൊ ഖബറിന്റെ അകത്ത് ഫിത്ന വരുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് പ്രത്യേകം ഓർമ്മപ്പെടുത്തി കൊടുക്കലും മുസ്ലിമീങ്ങളും മൂമിനീങ്ങൾക്കും തന്നെ നടത്തി കൊടുക്കണുള്ളൂ. അവർക്ക് ഉപകാരം കിട്ടും. ഇവിടെ ചോദിച്ചാതല്ല, ഈമാൻ കിട്ടാതെ മരിച്ചോയരുണ്ടെങ്കിൽ ഓർക്ക് ഉപകരിക്കുമെന്നാണ്. അത് നമുക്ക് തിരിയില്ല. നമ്മൾ പ്രത്യക്ഷത്തിൽ മൂമിനീങ്ങളാന്ന് മനസ്സിലാക്കിയാൽ അവർക്കൊക്കെ നമ്മൾ ചൊല്ലിക്കൊടുക്കും. ഈമാൻ കിട്ടിയവരാണെങ്കിൽ അവർക്ക് ഉപകാരം ഉണ്ടാവുള്ളൂ. ഈമാൻ കിട്ടിയവരാണെങ്കിൽ ഉപകരിക്കും. നമ്മുടെ മരണപ്പെട്ട മൂമിനീങ്ങൾക്കൊക്കെ അള്ളാഹു ഉപകരിക്കുമാറാവട്ടെ. ആ പ്രതീക്ഷയോടെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ ഈ തെൽക്കീൻ ചൊല്ലിക്കൊടുക്കുന്ന അവസരത്തിലെ അതായത് ദോഷിയായി ഇവിടെ ജീവിക്കുന്ന ആൾക്കാർക്കും തെൽക്കീൻ ചൊല്ലിക്കൊടുത്ത് അതുകൊണ്ട് ഉപകരിക്കാം എന്നുള്ളൊരു വിശ്വാസം എല്ലാവർക്കും ഉണ്ടായി കഴിഞ്ഞാലും മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേറെ ആൾക്കാര് എന്റെ സഹായകര് ഇവർ ചൊല്ലി എന്നെ അവിടുന്ന് സഹായിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലേക്ക് എല്ലാവരും എത്തിക്കഴിഞ്ഞാല് അപ്പൊ ഇവരെങ്ങനെ ജീവിച്ചാലും വേണ്ടില്ല. കാരണം ഖബർ എന്ന് പറഞ്ഞാല് ആഖിറത്തിലെ മൻസിലുകൾ ഒന്നാമത്തെ മൻസിലാണ്. അവിടെ വിജയിച്ചാൽ എല്ലായിടത്തും വിജയിക്കും. അവിടെ വിജയിക്കാൻ ഇവരെ സഹായിക്കും ചെയ്യും. ഇവരെ സഹായം മുഖേന അവിടെ ഉത്തരം കിട്ടി വിജയിക്കും. അങ്ങനെ ആകുമ്പോ പിന്നെ ഏത് ലോകത്തും വിജയിക്കാൻ അതൊരു കാരണമാവും എന്നുള്ള ഒരു വിശ്വാസത്തിലേക്ക് ജനങ്ങൾ എത്തിപ്പോരുന്നില്ലേ? അതുകൊണ്ട് എന്താ കുട്ടിയെ, മൂമിനല്ലേ നിങ്ങൾ? ദോഷം ചെയ്ത ദോഷികൾ മൂമിനല്ല എന്നാ പറയുന്നത്. അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? ദോഷം ചെയ്തുകൊണ്ട് ഈമാൻ നഷ്ടപ്പെടൂല. ഇല്ല, മൂമിനല്ലേ. അപ്പൊ മൂമിനീങ്ങൾക്ക് ഉപകരിക്കാനാണ് ചെയ്യുന്നത്. മൂമിനീങ്ങൾക്ക് ഉപകരിക്കാൻ വേണ്ടി എപ്പോഴും ചെയ്യാം. ദോഷികൾക്കല്ലേ ഏറെ ചെയ്തു കൊടുക്കേണ്ടത്, ഓൽക്കല്ലേ നമ്മൾ ഉണർത്തി കൊടുക്കേണ്ടത്. നല്ല സദ്വൃത്തരും വമ്പന്മാരും ആണെങ്കിൽ മലക്കിനോട് തിരിച്ചു ചോദിക്കും, നീ ആരാണ്? ഉമർ എന്നവർ ചോദിച്ചിട്ടുണ്ട്. എന്ന് ഉമർ എന്നവരോട് ആരാ റബ്ബ് എന്ന് ചോദിച്ചപ്പോ എന്റെ റബ്ബ് അല്ലയാണ്, എന്റെ നബി മുഹമ്മദ് നബിയാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ രണ്ടാളുണ്ടല്ലോ, നിങ്ങളെ റബ്ബ് ആരാണെന്ന് ചോദിച്ചു. അപ്പൊ മറ്റേ മലക്കൻ ഇത് ഉമറാണ് കേട്ടോ. ആ ഉമറ അഞ്ച് മതി എന്നും പറഞ്ഞു പോയി. ഇത് ഉമർ എന്നവരുടെ ചരിത്രത്തിൽ കാണാണ്ട്. അപ്പൊ ഇങ്ങനെ വലിയ വലിയ ആൾക്കാർക്ക് നമ്മൾ പറഞ്ഞെടുത്തില്ലെങ്കിൽ തന്നെ കിട്ടും. ദോഷികൾക്കാണല്ലോ സഹായത്തിന്റെ ആവശ്യം. അപ്പൊ ദോഷികൾ മൂമിനീങ്ങളെല്ലാന്ന് ധരിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ തന്നെ അള്ളാഹു റബ്ബി മുഹമ്മദ് നബി എന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ തന്നെ ഖബറിന്റെ അകത്ത് ഫിത്നീന്ന് രക്ഷപ്പെടുന്നല്ലാതെ ആഖിറത്തിലെ ശിക്ഷയും വിചാരണയും വേറുണ്ട്.
ഖബറിന്റെ അകത്തെ ഫിത്തന എന്ന് പറഞ്ഞാൽ ആ പരീക്ഷണ വേളയിലുള്ള പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നേ ഉള്ളൂ. ഇത് ഓർമ്മയിലെത്തിയിട്ട് രക്ഷപ്പെട്ടാൽ തന്നെ വിചാരണ ചെയ്ത് കർമ്മങ്ങളുടെ പേരിലുള്ള ശിക്ഷ ആഖിറത്തിൽ വേറെയാണ്. അത് ഇതായിട്ട് ബന്ധപ്പെട്ടതല്ല. ശുഭലക്ഷണമായി മനസ്സിലാക്കാന്ന് മാത്രം നല്ലവർക്ക് ആദ്യം തന്നെ രക്ഷ കിട്ടും. ഫിത്തനയിലൊന്നും അകപ്പെടാതെ ഒരു കഴിച്ചിലാവും. അല്ലാത്തവർ മോശമാവെന്ന് മനസ്സിലാക്കാനേ ഉള്ളൂ. അതുകൊണ്ട് ദോഷികൾക്ക് തെൽക്കീം വേണ്ടെന്ന് പറയില്ലേ, ഓർക്കാ വേണ്ടത് മൂമിനായിട്ട് അവരെ കാണി, മൂമിനങ്ങൾക്ക് ഉപകരിക്കുമെന്നാ നമ്മൾ പറഞ്ഞത്. പിന്നെ ഇത് കഴിഞ്ഞ വിദേഹത്തിന്റെ ആൾക്കാര് പറയുന്ന ഒരു ചോദ്യമാണ്. അതായത് ഇവിടെ സാധാരണ പരീക്ഷയ്ക്ക് ചോദ്യോത്തരം ചോർന്നു കഴിഞ്ഞാൽ ആ പരീക്ഷ തന്നെ നീട്ടി പോകുന്നുണ്ട്. അപ്പൊ ഇവിടുന്ന് ആദ്യം തന്നെ നമ്മൾ ചൊല്ലി പഠിച്ചിട്ടാണ് പോണത്. ഇന്നതാണ് ചോദ്യങ്ങള്, ഇന്നതാണ് മറുപടി. എന്നിട്ട് അതിന്റെ ശേഷം അവിടെ ചെന്നിട്ട് പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാല് അത് ആ ചോദ്യത്തിന്റെ പ്രസക്തിക്ക് നഷ്ടപ്പെടുകയല്ലേ? അതിനെന്താ നമ്മൾ മറുപടി പറയാൻ എടുക്കുക? അതതിന് അങ്ങനത്തെ ഒരു പരീക്ഷ അല്ലത്. ഇത് കോപ്പിയടിച്ചു എഴുതാവുന്ന പരീക്ഷയാണ്. അങ്ങനെയുണ്ട് ചില പരീക്ഷ. കോപ്പിയടിച്ചും ജയിച്ചാൻ വേണ്ടില്ല, ഇയാളത് ഞങ്ങളോട് പറഞ്ഞു കിട്ടിയാൽ മതി ആരാണ്. അങ്ങനത്തെ ഒരാളായ കോപ്പിയടിച്ചാലും സഹായിക്കാനും തിരക്കില്ല. ഞങ്ങൾക്ക് കണ്ട അങ്ങനെ ഒരു പരീക്ഷ. ആരോടെങ്കിലും കോപ്പിയടിച്ചിട്ട് ശരിയാക്കിയിട്ടാലും വേണ്ടിയില്ല, ഈ വിവരങ്ങളൊക്കെ ആളിൽ വേണമെന്നേ ഉള്ളൂ എന്ന് പരീക്ഷയിലുണ്ടെങ്കിൽ പരീക്ഷ ജയിക്കാലോ. അങ്ങനത്തെ പരീക്ഷ ഉണ്ട്. ഇപ്പൊ നമ്മളെ ദഅവാ കോഴ്സിന്റെ പരീക്ഷ അങ്ങനെയാണ്. ഒരാൾ എഴുതിയത് അതേ രീതിയിൽ മറ്റുള്ളവർ എഴുതിയാലും മതി, അവർക്ക് രക്ഷട്ടു. കാരണം ഈ വിവരങ്ങൾ അവരുടെ കയ്യിൽ വേണമെന്നേ ഉള്ളൂ. ഒറ്റയ്ക്ക് എഴുതണമെന്നില്ല. ഒറ്റയ്ക്കുണ്ടാക്കാനുള്ള പരീക്ഷ വേറെ, കോപ്പിയടിച്ചാലും രക്ഷപ്പെടുന്ന പരീക്ഷ വേറെയാണ്. ഇത് കോപ്പിയടിച്ചാൽ രക്ഷപ്പെടുന്ന പരീക്ഷയാണ് എന്ന് പറഞ്ഞാൽ മതി വിദ്യാർത്ഥികളോട്. ഇതിലെ ചോദ്യങ്ങൾ മുഴുവനും വിശ്വാസപരമായ കാര്യങ്ങളെ കുറിച്ചാണല്ലോ ചോദിക്കണത്. റബ്ബ് ആരാണ്, നബി ആരാണ്, എന്റെ ദീൻ ഏതാണ്, ഇത്തരം വിശ്വാസപരമായ കാര്യങ്ങളെ കുറിച്ച്. വിശ്വാസപരമായ കാര്യങ്ങളെ കുറിച്ച് മുഴുവനും ചോദിക്കൂല. വിശ്വാസപരമായ കാര്യങ്ങൾ മർമ്മപ്രധാനം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ വിശ്വാസപരമായ കാര്യങ്ങൾ മുഴുവൻ ഉൾപ്പെട്ടല്ലോ. അപ്പൊ പിന്നെ വിശ്വാസപരമായ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുന്ന ഈ വ്യക്തിക്ക് വിശ്വാസം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഹൃദയത്തിനോട് ബന്ധപ്പെട്ടതാണല്ലോ. അപ്പൊ ഇവിടെ നിന്നുള്ള വിശ്വാസം മാത്രമല്ല അവിടുന്ന് ഫലപ്പെടുള്ളൂ. പിന്നെ ഇവിടുന്ന് പറഞ്ഞു കൊടുത്തു എന്നുള്ളത് കൊണ്ട് അയാൾക്ക് അതുകൊണ്ടൊരു ഉപകാരം കിട്ടുമോ? അതിന് ഈമാൻ തെളിയിക്കുന്ന ചോദ്യമല്ലത്. മുനാഫിക്കുകളും മൂമിനീങ്ങളും അടങ്ങുന്ന റസൂലുള്ളാന്റെ ഉമ്മത്തിൽ നബിനെക്കുറിച്ച് വിശ്വാസം ഇയാൾക്കുണ്ടായിരുന്നു എന്ന് ഉറപ്പുള്ള ആൾക്ക് മലക്കുകളുടെ ഫിത്തന വരുമ്പോൾ അവിടെ മറുപടി നൽകാൻ സാധിക്കും. അതിന് ചിലപ്പോൾ സഹായകമായിട്ട് വേറെ സഹോദരന്മാർ ഓർമ്മപ്പെടുത്തി കൊടുത്താലും പറഞ്ഞു കൊടുത്താലും സാധിക്കും. അങ്ങനെ സാധിച്ചാൽ പരീക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ ആ പരീക്ഷണം കഴിഞ്ഞിട്ട് പോകും. ഇത്രേ പരലോകത്തെ ഖബറിന്റെ അകത്തെ ഫിത്തനയെ സംബന്ധിച്ചുള്ളൂ. എന്നല്ലാതെ ഈമാന്റെ പേരിലുള്ള വിചാരണ ആഖിറത്തിലാണ്. അത് യഅലമുസ്സിർറ വഅഖ്ഫാ എന്നൊക്കെ അറിയുന്ന തമ്പുരാന്റെ കയ്യിലാണ് ആ വിചാരണ. ഇവിടെ ആ വിചാരണയല്ല. ഇവിടെ മൂമിനാണോ സംശയാസ്പദമായ കാര്യങ്ങളിൽ ഇയാൾക്ക് സംശയമായിരുന്നോ ഉറപ്പായിരുന്നോ എന്ന് നിശ്ചയിച്ചറിയാനായിട്ട് രണ്ട് മലക്കുകളെ നിശ്ചയിച്ച് ഓല മുമ്പിൽ ബോധ്യപ്പെടുത്തുന്ന ഫിത്തനയാണ്. ഇതിന് ഫിത്തന എന്നാ പറയാം. ഈ ഫിത്തനയിൽ അകപ്പെടാതിരിക്കാനാണ് അവരോട് ചോദിക്കുന്നത്. അപ്പോ രക്ഷപ്പെടാനാണ് ഈ മറുപടി. ഈമാൻ ഉറപ്പിക്കാനുള്ള മറുപടിയല്ല. മനസ്സിലായില്ലേ? ഇനി അതോടുകൂടി തന്നെ ഇത് കഴിഞ്ഞല്ലേ അതല്ല. പിന്നെ അതോടുകൂടി തന്നെ മൻ നബിയുക്കാൻ ചോദിക്കുമ്പോ അവിടെ റസൂലുള്ളാന്റെ ഫോട്ടോ, അതായത് സൂറത്ത് കൊണ്ടുവന്നിട്ടാണോ ചോദിക്കണത്? അതല്ല, അങ്ങനെ ചില ഗ്രന്ഥങ്ങൾ കാണാൻ സാധിച്ചു. അങ്ങനെ ചില ഗ്രന്ഥങ്ങളുണ്ട്. ഫോട്ടോ കൊണ്ടുവരികയല്ല, നബിന്റെ സൂറത്ത് കാണിച്ചു കൊടുക്കും. അല്ലെങ്ങനെയോ കാണിച്ചു കൊടുക്കുകയാണ്. പക്ഷെ സൂറത്ത് എന്നില്ലല്ലോ അവിടെ. അവിടെ നബിനെ പറ്റി ചോദിക്കുന്ന അവിടെ സൂറത്ത് എന്ന് വല്ല തഫ്സീറിലും കണ്ടതായിട്ട് ഉണ്ടോ? നബിന്റെ സൂറത്താക്കപ്പെട്ടിട്ട് ചോദിക്കുന്ന ചില റിപ്പോർട്ടിലുണ്ട്. അതുകൊണ്ട് ഫോട്ടോ കാണിച്ചു കൊടുക്കാന്ന് മനസ്സിലാക്കണ്ട. നബിനെ കാണിച്ചു കൊടുത്തിട്ട് ഫീ ഹാദർ റജുലി എന്ന് ചോദിക്കണ ഹദീസിന്റെ ചില റിപ്പോർട്ടില്ലേ, ഈ ആളെ പറ്റി എന്ന് പറയുമ്പോ ആ സോദരസ്തു കാണിച്ചു കൊടുക്കും എന്നും. അത് റസൂലുള്ളാന്റെ കോലാണോ അതോ റസൂലുള്ളാന്റെ ഐനാണോ എന്നാ ചോദിക്കും. അത് നമുക്ക് അറിഞ്ഞൂടാ. ഇങ്ങനെ കാണിച്ച് വ്യക്തമാക്കിയിട്ട് ഇയാളെ പറ്റി എന്ത് പറയുന്നു എന്ന് ചോദിക്കും. എങ്ങനെയാന്നുള്ളത് ഖബറിന്റെ അകത്തല്ലേ, നമുക്ക് അറിഞ്ഞൂടാ. ഞാൻ പോയി എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. അല്ല, സ്ഥാനം അവിടെ കിട്ടിയിട്ടൊന്നുമില്ല. അവിടുന്ന് കിട്ടിയിട്ടില്ല. അല്ല, ഇവിടുന്ന് വല്ല ഗ്രന്ഥങ്ങളൊന്നും കണ്ടിട്ടില്ല. എങ്ങനെ രൂപമൊന്നും കണ്ടിട്ടില്ല. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്കാറിൽ മയ്യത്ത് കൊണ്ടുപോകുമ്പോ സുക്കൂത്താണ് മുഖ്താറും സ്വവാബും. സുക്കൂത്താണ് ഏറ്റവും ഉത്തമം നല്ലതും. ഒരാ തഹത്തറബി കസരത്തി മൻ യുഖാലിഫുഹു എന്നൊക്കെ പറഞ്ഞു. ഒരാ തഹത്തറബി കസരത്തി മൻ യുഖാലിഫുഹു വലാ യുർഫഉ സൗത്തും ബിദിക്രിൻ വലാ ദുആഇ.
വേണം അന്നഹു അൽ മുഖ്താറു സ്വാബു സുക്കൂത്തു ഫി ഹാലിൽ മഷി ഇന്ദൽ അപ്പൊ ഈ സുക്കൂത്തിന് വിരുദ്ധമായിട്ട് ഇപ്പൊ ഈ ദിക്ർ ചെല്ലുന്നത് ഇങ്ങനെ പടർന്നു പിടിക്കാൻ കാരണം തെളിവും എന്താണ്? നമ്മുടെ ഇമാമുകൾ വിവരിച്ചിട്ടുണ്ട് ആ സുക്കൂത്തിന്റെ അർത്ഥം വലിയ ബഹളവും ഒച്ച ഉണ്ടാക്കാതെ എന്നാണ് അതിന്റെ അർത്ഥം. സുക്കൂത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയും ചിലപ്പോൾ അർത്ഥം കൽപ്പിക്കാറുണ്ട്. അത് അടക്കത്തിൽ ചെയ്യാന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അടക്കത്തിൽ ചൊല്ലിക്കൊണ്ട് പോവുക, ബഹളമുണ്ടാക്കിയിട്ട് വലിയ ശബ്ദമുണ്ടാക്കിയിട്ട് അല്ലാതെ പോവുക എന്നാണ് അതിന്റെ അർത്ഥം എന്ന് നമ്മളെ ഇമാമുകൾ ശീലിച്ചുകൊണ്ടാണ് വ്യാഖ്യാനിക്കല്ലേ? അതെ, വ്യാഖ്യാനിച്ചിട്ടാണ് നമ്മളെ അർത്ഥം എന്താണ് ഇതൊക്കെ ചോദിക്കാൻ മനസ്സമാനത്തിന് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ തന്നെ മനസ്സമാനത്തിനെ പറ്റിയുള്ള മനസ്സമാനം ചോദിക്കാൻ അല്ലാതെ വേറൊന്നല്ല. അതിന് കേസില്ല. അത് മനുഷ്യന്മാരായിട്ട് പറയാൻ പറ്റണ കിതാബിലുള്ള ഈ ദുർവ്യാഖ്യാനം വന്നത് ഇങ്ങനെ ആദ്യത്തെ നമ്മുടെ സമ്പ്രദായം നമ്മൾ നാട്ടിൽ വന്നുകൊണ്ടല്ലേ? കിതാബിലുള്ളതാണ് സഹോദരൻ നമ്മൾ പറയുന്നു. ബഹുമാനപ്പെട്ടവർ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കിതാബിലുള്ളതല്ലാതെ നമ്മൾ അടിക്കിട്ടിട്ട് മറുപടിയോട് ഒന്നും പറയുന്നില്ല. ബൽ യസ്കുതു എന്ന് പല ഫുഖഹാവും ഇബാറത്തിട്ടിട്ടുണ്ട്. ആ യസ്കുതു എന്നതിന്റെ അർത്ഥം വലിയ ശബ്ദത്തിലാക്കാതെ എന്നാണ് എന്ന് പിൻഗാമികൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അങ്ങനെ വ്യാഖ്യാനിച്ചവരുണ്ട്. നമ്മുടെ ഇമാമിയങ്ങൾ തന്നെ കോലാഹലമുണ്ടാക്കിയ ശബ്ദമുയർത്തൽ തന്നെ കറാഹത്താണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ദിക്ർ കൊണ്ടാണ് റാഹത്ത് വരൂല എന്ന് പറഞ്ഞവരുണ്ട്. അതിൽ ഇമാം നബി ഒക്കെ മുഖ്താറാക്കിയത് ദിക്ർ കൊണ്ടാണെങ്കിലും കോലാഹലമുണ്ടാക്കൽ കറാഹത്താണ്. മരണത്തിൽ ആലോചിച്ചുകൊണ്ടും മരണത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടും പോവുക വേണ്ടത്. അതിന് തടസ്സമാകും ഈ ശബ്ദം എന്നുള്ള നിലക്കാണ് അവർ കറാഹത്താണ് എന്ന് പറഞ്ഞത്. അപ്പൊ അതിന് തടസ്സമല്ല, നേരെ മറിച്ച് ദിക്ർ ചെല്ലുമ്പോഴാണ് ഇപ്പൊ ഓർമ്മയും മരണവും ചിന്തയിൽ വരുള്ളൂ. അല്ലെങ്കിൽ ദുന്യാവന്റെ വർത്തമാനങ്ങളും മറ്റുമൊക്കെ പറഞ്ഞിട്ട് മനുഷ്യന്മാർ വെറുതെ നാശാക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ശരിക്കും ഒച്ചത്തിലായാലും വേണ്ടില്ല ദിക്ർ ചൊല്ലിക്കൊണ്ട് പോവുകയാണ് ന്യായം നോക്കുമ്പോൾ വേണ്ടത് എന്ന് ഇമാം കുർദിയെ പോലുള്ളവർ വളരെ വിശദമായി വിവരിച്ചിട്ടുണ്ട്. അതനുസരിച്ചാണ് നമ്മളിപ്പോ സുന്നിയെടുത്ത് ഇങ്ങനെ ചൊല്ലി വരുന്നത്, ഉറക്കെ തന്നെ ചൊല്ലി വരുന്നത്. അപ്പോ ദുന്യാവന്റെ വർത്തമാനങ്ങളും മറ്റും പറയുന്നത് നിലക്കുകയാണ് ഈ ദിക്ർ ഉച്ചത്തിൽ ചൊല്ലുന്നത് കൊണ്ടുള്ള കാര്യം. ഉച്ചത്തിൽ ചൊല്ലാതെ പതുക്കെ ചൊല്ലിയാൽ ഒരു കുഴപ്പമില്ലാന്നും അത് നല്ലതാണ് എന്നും പറയാത്തവരാരുമില്ല. മനസ്സിലായോ? അവസാനത്തെ വേറൊന്ന് ഇത് കഴിഞ്ഞല്ലേ? ഈ ഹദീസ് ഉപയോഗിച്ചുകൊണ്ട് ഇയാനത്തിന്റെ മുസ്ലിക്ക് മുഹമ്മദ് ബക്കർ റഹ്മത്തുള്ളാഹി അലൈഹി മരിച്ച വീട്ടില് ജമ്മ അർബഈൻ വഹ്ഷ എന്നൊക്കെ പേരിൽ നടത്തപ്പെടുന്ന ഈ അടിയന്തരങ്ങളൊക്കെ വിധേയത്താണ്. സുന്നി ഉലമാക്കൾ സ്വാധീനങ്ങളെ ഉലമാക്കൾ തടയണമെന്നും അത് പോകാൻ പാടില്ല എന്നൊക്കെ ഇയാനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. പക്ഷെ എന്നിട്ടും നമ്മുടെ നാട്ടിൽ ഇത് പരിചരിച്ചതിന്റെ കാരണം എന്താ തെളിവ്? ആ പറയുന്നത് നല്ലോണം മനസ്സിലാക്കേണ്ടതുണ്ട്. ഹദീസ് തന്നെ ആധാരമാക്കിയിട്ട് തന്നെ മനസ്സിലാക്കാതിര് മയ്യത്തിന്റെ അഹിലുകാരുടെ അടുക്കൽ ആളുകൂടലും ആളുകൂടാൻ വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലും മോശമാണ് എന്നാണ് ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഇമാമിയങ്ങൾ വിവരിച്ചത്. അപ്പൊ ജംഉന്നാസ് ജനങ്ങളെ സമ്മേളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അത് നിയാഹത്തിൽ എണ്ണിയിരുന്നു എന്നാണ്. അപ്പൊ നിയാഹത്തും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കണം. പണ്ടത്തെ കാലത്തെ ജാഹിലിയത്തില് ഇദാമിത്തു ഫൻഈനി ബിമാ ആന അഹ്ലുഹു വശുഖി അലയ്യൽ ജൈബ യബ്നത മഅബദി, മരിച്ചു കഴിഞ്ഞ ശേഷം പ്രകീർത്തനങ്ങൾ പറഞ്ഞുകൊണ്ടും മാറത്താർത്തുകൊണ്ടും കുറെ പെണ്ണുങ്ങളും ആണുങ്ങളും കൂടിയാൽ ഈ മയ്യത്തൊരു ബഹുമാനപ്പെട്ട മയ്യത്താണോ എന്നുള്ളൊരു സങ്കല്പം ജാഹിലിയത്തിലുണ്ട്. ഈ ജാഹിലിയത്തിന്റെ അതേ ശബ്ദത്തിൽ അവർ മാറി കീറുന്നതിനും നിലവിളിക്കുന്നതിനുള്ള പേരാണല്ലോ നിയാഹത്ത്. എന്നല്ലേ നിയാഹത്ത്? ആ നിയാഹത്തിൽ എണ്ണിയിരുന്നു മയ്യത്തിന്റെ പേരിൽ ആളെ കൂട്ടി ഭക്ഷണം ഉണ്ടാക്കൽ എന്നാണ് നമ്മുടെ ഇമാമുകൾ വിവരിച്ചത്. അതാണ് ഹദീസ് എന്ന് മനസ്സിലാവും ചെയ്യാം. ഈ നടക്കുന്നു തന്നെയാണല്ലോ അതിന്റെ രണ്ടു കൂട്ടിയിട്ട് നിയാഹത്തായിട്ടല്ല, നിയാഹത്തിൽ എണ്ണി. നിയാഹത്തിൽ എണ്ണി അപ്പൊ തന്നെ മനസ്സിലായി. അപ്പൊ നിയാഹത്തിൽ എണ്ണെങ്കിൽ തന്നെ നിയാഹത്തിന്റെ ഉദ്ദേശം ആള് സമ്മേളിക്കുമ്പോൾ ഈ മയ്യത്തൊരു ബഹുമാനപ്പെട്ട ഫഖറുള്ള മയ്യത്താണ് എന്ന് ജനങ്ങളെ മുമ്പിൽ ധരിപ്പിക്കാം. അപ്പൊ ആൾക്കാരുടെ പെരുപ്പം കണ്ടിട്ട് മയ്യത്ത് വലിയതാണോ, സങ്കടം ഇയാളെ കൊണ്ട് പെരുത്തുണ്ടോ എന്ന് ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്കാണ് നിയാഹത്ത് എന്ന് പറയാം. ആ നിയാഹത്തിന്റെ ഗണത്തിൽപ്പെട്ടതാണ് ചോറച്ചൊടുത്തിട്ട് ആളെ കൂട്ടലും എന്ന് നമ്മുടെ ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സുന്നത്ത് ആമ് മാത്രമായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല. സുന്നത്ത് ആമി വ ജംഅൻ നാസി അലൈഹി എന്നും കൂടി കൂട്ടിയിട്ടേ നമ്മളെ കിതാബിലൊക്കെ ഉള്ളൂ. അത് ബഹുമാനപ്പെട്ടവർ ശ്രദ്ധിക്കണം. മയ്യത്തിന് വേണ്ടിയിട്ട് മയ്യത്തിന്റെ പേരിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അതിന്റെ പേരിൽ ആളുകളെ കൂട്ടുന്ന നടപടി അത് മോശമാണ് എന്നാണ് നമ്മളെ ഇമാമികൾ പറഞ്ഞത്. ആ പറഞ്ഞ കൂട്ടത്തിൽ
ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ തങ്ങൾ അവർകൾ തന്റെ ഫത്താവയില് 40 വർഷത്ത് എന്നൊക്കെ പറയുന്ന എന്തൊക്കെയോ ചില ഇടപാടുകൾ പറഞ്ഞിട്ടുണ്ട്. ആ ഇടപാടുകൾ നമ്മളെ നാട്ടിലില്ല. നമ്മുടെ നാട്ടിൽ 40 അന്ന് കൂടുന്നതിനെ പറ്റി എല്ലാം പറഞ്ഞ് ഒരുപാട് കർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് അറബ് നാട്ടിൽ നടന്ന എന്തോ ഇടപാടാണ്. നമ്മളെ ഇമാമിയങ്ങൾ ഇവിടെ ദ്വാരക്കാൻ വേണ്ടി കൂടലേ നടക്കാറുള്ളൂ. അത് 7 അന്ന് കൂടുന്നതും 40 അന്ന് കൂടുന്നതും ഒക്കെ ഞാൻ അടിസ്ഥാനം നേരത്തെ പറഞ്ഞല്ലോ. 40 ദിവസം ഫിത്തനുണ്ട് എന്ന് ഹദീസിലുണ്ട് ഒരു റിപ്പോർട്ട്. 7 ദിവസവും ഫിത്തനുണ്ട് എന്ന് ഹദീസിലുണ്ട്. ഇത് ആധാരമാക്കി 7 ദിവസവും 40 ദിവസവും ഭക്ഷിച്ചിരുന്നവർ നല്ലവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇതിലൊരു ദിവസം നമ്മൾ കൂട്ടുന്ന അവസാന ദിവസം നമ്മളെ നടപടിയുള്ളൂ. നേരെ മറിച്ച് ആളെ കൂട്ടാൻ വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്ന ഏതോ ചില സമ്പ്രദായങ്ങൾ ഇമാം അവർകളുടെ കാലത്തുള്ളതാണ് ഇമാമ പറഞ്ഞത് എന്നാണ് ബഹുമാനപ്പെട്ട എന്റെ ബഹുവന്യരായ ശൈഖുന വണ്ടൂരിലെ വഫാത്തായ താജുൽ ഉലമ ശൈഖുന അവർകൾ ഇബ്നു ഹജറിന്റെ ഫത്വയെ കുറിച്ച് പറഞ്ഞത്. മഹാനരുടെ സമ്പൂർണ്ണ ഫത്താവയിൽ അത് വിശദമായി വിവരിച്ചിട്ടുണ്ട്. അപ്പൊ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞ് നമ്മുടെ ആചാരത്തിലുള്ളതിനെയല്ല, ആ ഏകപ്പേരിൽ അറിയപ്പെടുന്ന ഏതൊക്കെയോ നടപടി എന്ന ബഹുമാനപ്പെട്ടവരുടെ ഇബാറത്ത്, താജുൽ ഉലമയുടെ ഇബാറത്ത്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഇമാമികൾ അതിനെ പറഞ്ഞത്. ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് സ്വന്തമായിട്ട് അത് ഇത്ആം എന്നുള്ള നിലക്ക് സുന്നത്താണെന്നും അത് പണ്ടേ നടന്നു വരുന്ന ആചാരമാണെന്നും മയ്യത്തിന് ചെയ്യുന്ന ദുആയാണെന്നും ഇമാം സുയൂത്തി തന്നെ വ്യക്തമാക്കി വളരെ പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ. ധാരാളം പ്രമാണങ്ങളും അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. തുലൂഉ സുറയ്യ ബിഇദ്ഹാരി മാകാന ഖഫിയ എന്ന ഒരു രചന തന്നെ ഇമാം സുയൂത്തി ഉണ്ടാക്കിയത് അതിനു വേണ്ടിയാണ്. വളരെ സുന്ദരമായി വിവരിച്ചിട്ടുണ്ട് അതില്. നേരെ മറിച്ച് ഈ ഭക്ഷണത്തിന്റെ പേരിൽ ആളെ കൂട്ടി കൊടുക്കുന്ന ഒരു നടപടിയുണ്ട്. ആ ആളെ കൂട്ടി കൊണ്ട നടപടി മോശം കറാഹത്താണെന്ന് നമ്മുടെ ഇടമാടുകൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ നാട്ടിൽ ആളെ കൂട്ടാൻ വേണ്ടി തിന്നാണ്ടാക്കി ആരോ വരുമോ? ആളെ വിളിച്ചിട്ട് ഓൽക്ക് ദ്വാരക്കാൻ പഠിച്ച് തിന്നാൻ കൊടുക്കാന്നല്ലാതെ, ആളെ വിളിച്ചിട്ട് ദ്വാരക്കാൻ വിളിച്ച ആളുകൾ ദ്വാരന്നിട്ട് ഓൽക്ക് വെള്ളം കൊടുക്കുക തിന്നാൻ കൊടുക്കാന്ന് പറഞ്ഞൊക്കെ സൂചന മര്യാദയാണ്. നല്ല മര്യാദ ബന്ധോൽക്ക് തിന്നാൻ കൊടുക്കുക. നേരെ മറിച്ച് ഭക്ഷണത്തിന് ആളെ കൂട്ടിക്കാണ്ട് ആളെ കൂട്ടാനായിട്ട് ഭക്ഷണം ഉണ്ടാക്കിയതാണെങ്കിൽ കറാഹത്താണ്. ഇത് നമ്മളെ ഇമാമിങ്ങൾ വിവരിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ആചാരമുണ്ടെങ്കിൽ അത് കറാഹത്താണ്. അത്രയല്ലേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? അവ്യക്ത ഹഫാവ് ബാക്കിയുണ്ട്. ഏനെ ഹഫാവ് ബാക്കിയുണ്ടാവും. ഏതാ എവിടെയാ ബാക്കിയാ പറയും? അല്ലെ രണ്ടും കൂടി കൂട്ടണം. ചിലരെ ഇബാറത്തിട്ട് അങ്ങനെ ഈ ഭക്ഷണത്തിന്റെ മേലിൽ ആളൊരുമിച്ച് കൂട്ടാൻ വേണ്ടി തന്നെയുണ്ട്. അപ്പൊ ആളെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുക എന്നതിനെ പറ്റിയുള്ള ഒരു ഇബാറത്താണ് ഭക്ഷണമുണ്ടാക്കലും ആളെക്കൂട്ടലും എന്ന് പറഞ്ഞത്. ഭക്ഷണമുണ്ടാക്കലും ആളെക്കൂട്ടലും. ഭക്ഷണം ഉണ്ടാക്കി വിതരണം ചെയ്തതിൽ ഒറ്റയ്ക്ക് എവിടെയും പറഞ്ഞിട്ടില്ല, ഒറ്റ കിതാബിലും പറഞ്ഞിട്ടില്ല. അങ്ങനെയല്ല നമ്മളിവിടെ ചെയ്യുന്നത് ദ്വാരക്കാൻ ആളെ കൂട്ടും, എന്നിട്ട് ഓൽക്ക് തിന്നാൻ കൊടുക്കും. ഞങ്ങളിവിടെ കുറെ ആള് കൂടണോന്നെ ചോദിച്ചെടുക്കുന്ന നടപടി ഉണ്ടല്ലോ. തറാബിയനൊക്കെ ആളെ കൂടാൻ കൂട്ടണേ, തറാബിയനൊക്കെ ആളെ കൂട്ടാൻ കൂട്ടുന്ന നടപടി ഇല്ല. ചോറിച്ചു എന്ന് പറയുമ്പോ വേറെ ആള് കൂടണേ, അതിപ്പോഴും ഉണ്ടല്ലോ. അതേമാതിരി മയ്യത്തിന് ആളെ കൂട്ടാൻ ഭക്ഷണം ഉണ്ടാക്കരുത് എന്നാണ് നമ്മളെ ഇമാമിയങ്ങൾ വിവരിച്ചത്. അപ്പോഴും ഹഫിയ ഒന്നുമില്ല, അതിലെഴുതണ്ടോ കഴിഞ്ഞിട്ടുണ്ട്.